ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഭാഗവത തത്വങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നതുവരെ നമുക്ക് പ്രണാമ മന്ത്രങ്ങളൊക്കെ ഉരുവിടാം. ഇന്ന് 12 മണി വരെ നിർജ്ജല കേട്ടോ. അത് വേണ്ട, നിർജ്ജല വ്രതമാണ് 12 മണി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥം വിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാൻവിദംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവീ ദേവി ദൈതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംഭോജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലപേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥശ്രീയസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मुखं करोति वाचालं भङ्गं लङ्घयति यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्.
ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചവരെ നിർജ്ജല കേട്ടോ, 12 മണി. ഹരേ കൃഷ്ണ. ഇന്ന് അദ്വൈതാചാര്യരുടെ ദിവസമാണ്. നമ്മൾ പഞ്ചതത്വ മന്ത്രം ജപിക്കുമ്പോൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാചാര്യർ ആവിർഭവിച്ച ദിവസമാണിന്ന്. പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മൾ ഈ സത്സംഗത്തിൽ വന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. നിങ്ങൾ ദീക്ഷ എടുത്താലും ഇല്ലെങ്കിലും ഈ ഒരു ഗുരു പരമ്പരയിലൂടെയാണ് നിങ്ങൾ അറിവുകൾ ലഭിച്ചത്. നിങ്ങൾക്ക് ഈ അറിവുകൾ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഗുരു പരമ്പരയോടൊരു കടപ്പാടുണ്ട്. കാരണം ഈ ഗുരു പരമ്പരയുടെ കാരുണ്യത്താലാണ് നമുക്ക് ഭഗവാനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും നമ്മളാരാണെന്നും ഭക്തിയും നമ്മുടെ ജീവിതം മുന്നോട്ട് ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു ഗുരു പരമ്പരയിലൂടെയാണ്. എന്നാൽ നമ്മുടെ ഗുരു പരമ്പരയിലെ പ്രധാനപ്പെട്ട ആചാര്യനാണ് ശ്രീ അദ്വൈതാചാര്യൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഈ സത്സംഗം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അദ്വൈതാചാര്യരുടെ മഹത്വം എന്താണ്, അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ്, ആരുടെ അവതാരമാണ് അദ്വൈതാചാര്യൻ എന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ അദ്വൈതാചാര്യക്ക് ജയ. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ വൃന്ദാവനത്തിൻ്റെ മഹത്വമാണ് പഠിച്ചത് പ്രധാനമായിട്ടും. കാരണം നമ്മളിപ്പോൾ വൃന്ദാവനത്തിലിരിക്കുന്നുണ്ട്, ബർസാനിൽ. ശ്രീമതി രാധാറാണി കി ജയ, ശ്രീ പവനപുരാധീശൻ കി ജയ. പരീക്ഷിത മഹാരാജന് ശാപം ലഭിക്കുകയും അതിലൂടെ അദ്ദേഹം വളരെയധികം വിഷമിച്ച് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്, ക്ഷമീകൃഷി ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധത്തോടുകൂടി പരീക്ഷിത മഹാരാജ് ഇരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു, അബദ്ധവശാൽ അറിവില്ലായ്മ കൊണ്ട് യാദൃശ്ചികമായിട്ട്, യഥാർത്ഥ വാക്ക് ആക്സിഡൻ്റൽ എന്നാണ് പൊതുവെ. അതായത് പൊതുവെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ, അല്ലേ? കൂടുതലും ഇന്ന് നമ്മൾ കാണുന്ന ആക്സിഡൻറ്റിൽ അശ്രദ്ധ കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇത് അശ്രദ്ധ പോലും അല്ല, എന്തോ ഒരു കാരണത്താൽ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഭക്തൻ മുൻകൂട്ടി കരുതാതെ തന്നെ എങ്ങനെയോ ഒരു തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ തെറ്റുണ്ടായതിൻ്റെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ കുറ്റബോധം, ആ കുറ്റബോധം തന്നെ വലിയൊരു പ്രായശ്ചിത്തമായിട്ട് മാറുകയാണ്. ആ കുറ്റബോധത്താൽ ആ വ്യക്തി, ആ ഭക്തൻ ഉരുകുമ്പോൾ ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണല്ലോ എന്നൊരു കുറ്റബോധത്തിലിരിക്കുമ്പോൾ തന്നെ ആ തെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പരിണാമഫലം നഷ്ടപ്പെടുകയാണ്. അത് സത്യസന്ധമായിട്ടുള്ള ആ ഒരു കുറ്റബോധമായിരിക്കണം. അതാണ് ഒരു ഭക്തനെ, നമ്മൾ തെറ്റ് ചെയ്യുന്നത്, തെറ്റ് സംഭവിക്കുക, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ തെറ്റ് സംഭവിച്ചിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു കുറ്റബോധം ഇല്ലാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തി, അതായത് ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കണം. നമ്മൾ പൊതുവേ അതാണല്ലോ നമ്മുടെ സത്സംഗത്തിൻ്റെ ഈ ഒരു ഫോക്കസ് തന്നെ, ആപ്ലിക്കേഷനാണ്. ഭഗവത്ഗീത, ഭാഗവതം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കാം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാർത്ഥത ഉള്ള ഒരു ഭക്തൻ, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? വിദ്യാർത്ഥി എന്തിനാണ് വിദ്യാലയത്തിൽ പോകുന്നത്? പഠിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആ പഠനത്തിൽ ആത്മാർത്ഥത കാണിക്കുക, അല്ലേ? ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജോലി സ്ഥലത്ത് പോകുന്നത് എന്തിനാണ്? ആ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക. ഒരു വീട്ടമ്മ വീട്ടുകാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുക, മക്കളുടെ കാര്യത്തിൽ, അതിലൊക്കെ. അന്നേരം അതേപോലെ ആത്മാർത്ഥതയുള്ള ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കണം.
ജപത്തിൽ ഉഴപ്പാൻ പാടില്ല, ഭഗവാന്റെ സേവനത്തിൽ ഉഴപ്പാൻ പാടില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭഗവാന്റെ സേവനമായിരിക്കും. ഇപ്പോൾ ജോലിയിൽ ആത്മാർത്ഥത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിലും ജോലി സ്ഥലത്ത് അതിൻ്റെ ആ ജോലി നമ്മൾ ഒരിക്കലും മുടക്കാറില്ല, അല്ലേ? അതേപോലെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ആ ജോലി സ്ഥലത്ത് ആത്മാർത്ഥത എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ ഭക്തിയുടെ കാര്യത്തിലും ആത്മാർത്ഥത കാണിക്കണം. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആത്മാർത്ഥതയുള്ള ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഭക്തിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിരിക്കണം. ജപം, അന്നേരം സത്സംഗം കേൾക്കുന്നതിലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കണം. പൊതുവെ ഭഗവാന്റെ കാര്യം വരുമ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ പലതും ചെയ്യും. ജപിക്കുന്നതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? കാരണം മറ്റ് സമയങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒതുക്കാൻ നോക്കരുത്. സത്സംഗം കേൾക്കുന്നത് അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ജപം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സേവനം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം പ്രത്യേകം മാറ്റി വയ്ക്കണം. കാരണം എന്താ? ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനല്ലേ. അതുകൊണ്ട് ജപം ചെയ്യുന്ന സമയത്ത് ജപിക്കുക മാത്രം ചെയ്യുക. സത്സംഗം കേൾക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്കും പേനയാണ് വേണ്ടത്. ശ്രദ്ധിച്ചിരുന്ന് നോട്ട് എഴുതണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അത് സത്സംഗത്തിലെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് മനസ്സിലാകുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് അത് വീണ്ടും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ പശു എങ്ങനെയാണോ പുല്ലെല്ലാം കഴിക്കുന്നത് അതേപോലെ നമ്മൾ സത്സംഗം ശ്രവിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മനനം ചെയ്യണം. പശു അപ്പോൾ മെഴുകുകയാണ് ചെയ്യുന്നത്, പക്ഷെ പിന്നെയാണ് അത് പുറത്തിറക്കി അതിനെ വീണ്ടും ചവയ്ക്കുന്നത്. അതേപോലെ നമ്മൾ സത്സംഗം ശ്രവിച്ചതിന് ശേഷം അതിൻ്റെ തത്വങ്ങളെ വിശദമായിട്ട് വിശകലനം ചെയ്യണം. ആഴത്തിൽ പോയി അതിനെക്കുറിച്ച് ചിന്തിക്കണം, വളരെ ഡീപ്പായിട്ട് ചിന്തിക്കണം. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പൊതുവെ ഒരു വ്യക്തി ഒരു 100 കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ യഥാർത്ഥത്തിൽ കേൾക്കത്തുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുകയുള്ളൂ. എന്നിട്ട് ആ പകുതിയുടെ പകുതി പോലുമേ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ആ പകുതിയുടെ പകുതി മാത്രമാണ് ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നമ്മൾ ശ്രദ്ധിച്ചു പോലും കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരുപാട് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സുകൃതി വരും. പക്ഷേ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോഴാണ് ആ പ്രോസസ്സ് കുറച്ചും കൂടെ സ്പീഡാവുന്നത്. ഉദാഹരണത്തിന് തുണി കഴുകുന്നത് ആർക്കും ചുമ്മാ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് ഇതാക്കി ഉണക്കാനിട്ട് കഴിഞ്ഞാൽ തുണി കഴുകി എന്ന് വേണമെങ്കിൽ ആർക്കും പറയാൻ പറ്റും. പക്ഷേ അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കി അതൊക്കെ ഉരച്ച് കഴുകി അങ്ങനെ അതാണ് എല്ലാവർക്കും വെള്ളത്തിൽ മുക്കി ഒന്ന് സോപ്പ് പൊടി ഇട്ടൊന്ന് ഉരച്ചു കഴിഞ്ഞാൽ കഴുകലാണെങ്കിൽ അതല്ലല്ലോ യഥാർത്ഥ കഴുകൽ. കഴുകലിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതും മാറ്റുക എന്നതാണ്. അതേപോലെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രവിക്കണം. ശ്രദ്ധിച്ച് ശ്രവിക്കുന്നതിലൂടെ അതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പരീക്ഷിത്ത് മഹാരാജ്, അദ്ദേഹത്തിന് യാദൃശ്ചികമായിട്ടൊരു തെറ്റ് സംഭവിച്ചു, ഒട്ടും പ്രതീക്ഷിക്കാതെ. അന്നേരം അതേപോലെ തെറ്റുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ്. നമ്മൾ ഭഗവാനല്ല, നമ്മൾ ശ്രീമതി രാധാറാണിയല്ല. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ഭക്തിയുടെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല.
ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ ശില പ്രഭുപാജിയുടെ കാര്യം. അതായത് പരിശുദ്ധ ഭക്തർക്ക് തെറ്റ് പറ്റുമോ? തെറ്റ് പറ്റത്തില്ല. പരിശുദ്ധ ഭക്തരുടെ കാരണം കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? വിദ്യാഭ്യാസം, പഠിക്കുക എന്നതാണ്. അന്നേരം ആ കുട്ടി വീട്ടിലെ ജോലി ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിൽ അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് കുട്ടികളിൽ നിന്നും എക്സ്പെക്റ്റഡ് ആണ് അവർ സ്വയം ചെയ്യുക എന്നത്. പക്ഷേ ഏറ്റവും മെയിനായിട്ട് കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പഠിക്കുക എന്നതാണ്. അന്നേരം അത് കുട്ടി ചെയ്തില്ല എങ്കിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത്? വിദ്യാർത്ഥി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അതേപോലെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ആചരിക്കണം, ഭക്തി പരിശീലിക്കണം. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജപമാണ്. അന്നേരം കുടുംബജീവിതത്തിൽ ഇരിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ കുടുംബജീവിതത്തിൽ ഇരുന്നിട്ടും ഭക്തി പ്രക്രിയ ഒന്നും പരിശീലിക്കുന്നില്ല എങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ജപം നമുക്കില്ല, ഭഗവാന് വേണ്ടി ഒരു സേവനം ഇല്ല, സേവനം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, അങ്ങനെ ആകുമ്പോൾ അത് പ്രശ്നമാണ്, അത് ശരിയല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഏതൊരു അവസ്ഥയിലിരിക്കുകയാണെങ്കിലും നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഇവിടെ ഭക്തന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചാലും, ഒരു പരിശുദ്ധ ഭക്തന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് ഭഗവാന്റെ നിയോഗമാണ്. പരിശുദ്ധ ഭക്തന്റെ പരിശുദ്ധ ഭക്തി അത്രത്തോളം പരിശുദ്ധമായതുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്ന മറ്റ് തെറ്റുകളെ ഒന്നും ഒരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പം പരീക്ഷിത് മഹാരാജനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ അദ്ദേഹം കലിയുഗത്തെയൊക്കെ നിയന്ത്രിച്ച് ഭരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ശമീക ഋഷി, അദ്ദേഹത്തിന് അത്രത്തോളം ദാഹിച്ച് വന്നിട്ട് ശമീക ഋഷിയോട് വെള്ളം ചോദിച്ചതിന് ശേഷം വെള്ളം ലഭിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായി ഒരു ചത്ത പാമ്പിനെ കഴുത്തിലിടുകയാണ്. ഇത് ഒരു വലിയൊരു അപരാധമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒന്ന്, കലി ഭാഗികമായിട്ട് പരീക്ഷത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഈ കലി പ്രവേശിച്ച കാര്യം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നില്ല, ഇത് മഹാഭാരതത്തിലാണ് വരുന്നത്. ആചാര്യന്മാരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം കലി അത്രത്തോളം ശക്തമല്ലാത്തതുകൊണ്ട് തന്നെ. കാരണം എന്താ? പരീക്ഷിത് മഹാരാജിന് കലിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള അത്രയ്ക്ക് ശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ശക്തനായിട്ടുള്ളൊരു ഭക്തനാണ്. അപ്പോൾ കലി എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജിൻ്റെ മുമ്പിൽ വളരെ തുച്ഛമാണ്. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ ഒരു നിയോഗം കൂടെ അവിടെയുണ്ട്. അവിടെ ഭഗവാന്റെ നിയോഗത്തെയാണ് കൂടുതൽ കാണിക്കുന്നത്. കാരണം അതാണല്ലോ യാഥാർത്ഥ്യം. അന്നേരം ശ്രീമദ് ഭാഗവതം ഒരു പ്രത്യേക ആംഗിളിലൂടെയാണ് പോകുന്നത്. ഇനി അടുത്തത് ഈ 7-ാം ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരിക്കുന്നു എന്ന് പറയുമ്പോൾ പരീക്ഷിത് മഹാരാജ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്താണ് ഇരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ വേറൊരു രീതിയിലാണ് പറയുന്നത്. ഒരു സമുദ്രത്തിൻ്റെ നടുക്കായിട്ട് ഒരു ഒറ്റ തൂണിൽ നിർമ്മിച്ച ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് അവിടെ പലതരത്തിലുള്ള വിഷവൈദ്യന്മാരെ കൊണ്ടും അവിടെ ചുറ്റും കാവൽ നിർത്തിച്ച് അവരെ കൊണ്ട് പല പല നാഗവിഷത്തെ, അതെല്ലാം നാഗങ്ങളെ അകറ്റുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങനെയാണ് പൊതുവെ കാണിക്കുന്നത്. പക്ഷേ രണ്ടും ശരിയാണോ, ഏതാ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ആധികാരികമായിട്ട് എടുക്കേണ്ടത് ഭാഗവതത്തെയാണ്. കാരണം വ്യാസമഹർഷി അവസാനം എഴുതിയ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതമാണ്. അന്നേരം മഹാഭാരതത്തിൽ എഴുതിയത് തെറ്റാണോ? മഹാഭാരതത്തിൽ ഇതിന് മുന്നേ ഉള്ള ഒരു യുഗത്തിലെ പരീക്ഷിത് മഹാരാജിനെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം എല്ലാ യുഗങ്ങളിലും പരീക്ഷിത് മഹാരാജുണ്ട്. അന്നേരം സെയിം വ്യക്തിയാകണമെന്നില്ല. അത് ഓരോ ജീവാത്മാവിനും ആ ഒരു കഥയും സെയിം ആകണമെന്നില്ല. അത് ആ ജീവാത്മാവിന് ആ സമയത്ത് തോന്നുന്ന ചിന്തകൾക്കനുസരിച്ചാണ് അവിടെ പ്രവൃത്തി നടക്കുന്നത്. ഏകദേശം ഒരേപോലെ വരുമെങ്കിലും ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കും. അന്നേരം ഇത് യുഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അന്നേരം ആ യുഗങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് മിന്നാമിനുങ്ങ് വരുന്നത് എപ്പോഴായിരിക്കും? രാത്രി കാലങ്ങളിലായിരിക്കും. അന്നേരം ആ ഒരു സാഹചര്യം അനുകൂലമാകുമ്പോഴായിരിക്കും മിന്നാമിനുങ്ങ് വരുന്നത്. അതേപോലെ ചില പക്ഷികൾ ചില സമയത്തായിരിക്കും കാണപ്പെടുന്നത്. ചില ദൂര സ്ഥലത്തിൽ നിന്ന് ഇങ്ങോട്ട് ആ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും. അന്നേരം സമയം സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണോ മൃഗങ്ങൾ ഓരോരോ ജീവജാലങ്ങൾ വരുന്നത്, അതേപോലെ
ഈ നമ്മുടെ ഈ യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരോ വ്യക്തിത്വങ്ങൾ വരും. വ്യാസമഹർഷി ഉണ്ടായിരിക്കും, ശങ്കരാചാര്യ ഉണ്ടാവും കലിയുഗത്തിൽ. അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്നേരം ഇതൊക്കെ ഈ യുഗത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ്. അതായത് പരിപാലനം എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്ന കാര്യമാണ്. അന്നേരം ഭഗവാന്റെ പരിപാലനത്തിൽ ഭഗവാനെ സഹായിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള ചില വിശിഷ്ട വ്യക്തികളൊക്കെ. അന്നേരം ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും അത് പഠിക്കുന്നതിലൂടെ കുറേ പേർക്ക് പ്രേരണ ലഭിക്കുകയും, അതായത് മഹാഭാരതം പഠിക്കുന്നതിലൂടെ ധർമ്മം, പിന്നെ പരീക്ഷിത് മഹാരാജ് ഇങ്ങനെ മഹാഭാരതത്തിൽ വിഷവൈദ്യന്മാരെ കൊണ്ട് ചുറ്റും കാവലായിട്ട് നിർത്തിയിട്ടും പരീക്ഷത്തിൻ്റെ മരണം സംഭവിക്കുന്നു. അപ്പോൾ എന്തായാലും മരണം സംഭവിക്കും, ആർക്കും മരണത്തെ തടയാൻ കഴിയില്ല. അതുകൂടാതെ ഒരു ബ്രാഹ്മണ ശാപം ലഭിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു വലിയൊരു അപരാധമാണ് എന്നുള്ള രീതിയിൽ അവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയാണ് മഹാഭാരതത്തിൽ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു അപരാധം സംഭവിച്ചാലും, ഇപ്പോൾ പരീക്ഷിത് മഹാരാജ് കലിയെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി ദേവലോകത്തിൽ നിന്ന് അമൃത് കുടിച്ചു കഴിഞ്ഞാൽ പരീക്ഷത്തിന് അമരത്വം ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ എങ്ങനെ വേണമെങ്കിലും അതിനെ അതിനെ മറികടക്കാൻ പരീക്ഷിത് മഹാരാജിന് അതിനുള്ള ശക്തിയുണ്ട്. വേണമെങ്കിൽ നേരെ ശമീക ഋഷിയെ കണ്ടിട്ട് അതിൻ്റെ ഉള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ഭക്ത ചോദിക്കും, എല്ലാ യുഗങ്ങളിലും രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പരീക്ഷിത് മഹാരാജ് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ മരണമാകുന്ന സത്യത്തെ അങ്ങ് സ്വീകരിക്കുകയാണ്. എന്തായിരുന്നു അവിടെ ഒരു ശബ്ദം? തനിയെ പറഞ്ഞു പോയതോ? ശ്രദ്ധിച്ചൂടെ എന്നേരം? അന്നേരം പരീക്ഷിത് മഹാരാജ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, ഭക്തിയിൽ മുന്നേറാൻ ശ്രമിക്കുക. പക്ഷേ എഴുതണ്ടേ? പക്ഷേ സാഹചര്യം പല രീതിയിലും നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കൊണ്ടുവരികയാണെങ്കിലും നമ്മൾ അതിനെ ഫേസ് ചെയ്യണം എന്നാണ് പരീക്ഷിത് മഹാരാജ് പഠിക്കുന്നത്. പക്ഷേ എങ്ങനെ ഫേസ് ചെയ്യണം? ഭഗവാനെ നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രമാക്കിക്കൊണ്ട്, ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട്. ഇപ്പോൾ പരീക്ഷിത് മഹാരാജിന് മനസ്സിലായി ഇനി 7 ദിവസമേ ഉള്ളൂ, 7-ാം ദിവസം തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കും. ഉടനെ ആളെന്ത് ചെയ്തു? രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് അത് മകനെ ഏൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഇനി മരണത്തെ എങ്ങനെ ഫേസ് ചെയ്യണം അത് പഠിക്കാനായിട്ടാണ് പല പല ഋഷിമാരുടെ അടുത്തും പോകുന്നത്. അതായത് സമയമാകുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിലേക്ക് പോകണം. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. വലിയൊരു പോരായ്മയാണ് ഇന്നത്തെ ജനറേഷൻ്റെ. അതായത് മരണത്തിന് അടുത്തെത്തുമ്പോൾ പോലും നമുക്ക് ഷോർട്ട് അറിയാം ഇനി മരിക്കാൻ പോവുകയാണ്. അപ്പോൾ പോലും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇത്രയും ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ചക്രവർത്തിയായ പരീക്ഷിത് മഹാരാജ്, അദ്ദേഹം മരണം അടുത്തെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ചിട്ട് ആധ്യാത്മിക കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയാണ്. പക്ഷെ നമ്മളെങ്ങനെയാ യൗവനാവസ്ഥയിൽ നമ്മൾ എന്താ പറയുന്നത്? വീട്ടിലെ ഉത്തരവാദിത്തങ്ങളില്ലേ, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുന്ന വ്യക്തികളല്ലേ. അന്നേരം മരണശേഷം ആരായിരിക്കും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കുന്നത്? അന്നേരം യൗവനാവസ്ഥയിൽ തന്നെ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യണം. എന്നിട്ട് എന്തായാലും ഒരു ദിവസം നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതിനെ സ്വീകരിക്കണം, അംഗീകരിക്കണം. ഇന്നലെ ഞാൻ കുട്ടികളോട് പറയുമായിരുന്നു, അതായത് ഈ ഒട്ടകപ്പക്ഷിയെ പിടിക്കാൻ ആരെങ്കിലും വരുമ്പോൾ
തല മാത്രം മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് ബാക്കി ഭാഗമെല്ലാം പുറത്തായിരിക്കും. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? മൃഗം എന്തായാലും പിടിച്ചിട്ട് പോകും. അല്ലെങ്കിൽ പൂച്ച പാല് കട്ട് കുടിക്കുന്ന സമയത്ത് വീട്ടമ്മ വരുമ്പോൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. അപ്പോൾ പിന്നെ വീട്ടമ്മ കാണത്തില്ല എന്നാണ് പൂച്ചയുടെ വിചാരം. അതേപോലെ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കിതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. എന്നിട്ട് ആ സത്യത്തെ നമ്മൾ നേരിടുക. എങ്ങനെ നേരിടുക? നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആർത്തി ആക്രാന്തം കൊണ്ട് ജീവിക്കരുത്. ലളിതമായിട്ടുള്ള ജീവിതം ഉയർന്ന ചിന്താഗതിയാണ്. ആർഭാട ജീവിതം പാടില്ല എന്നല്ല, അതിനുള്ള പുണ്യം നിങ്ങൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വമേധയാ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളെ തേടി എല്ലാ സൗഭാഗ്യങ്ങളും വരും. അത് സമ്പത്തായാലും പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, ഇതെല്ലാം നിങ്ങളെ തേടി വരും. പക്ഷെ അതിൽ ഉന്മത്തനായി പോകരുത്, മതിമറന്നു പോകരുത്. ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. എന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്? അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ സമ്പത്തായാലും പേര്, പ്രശസ്തി, അംഗീകാരം, ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ വിരക്തനായിട്ടും കൂടി ഇരിക്കണം. വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിരക്തി എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിനൊക്കെ അപ്പുറത്തായിട്ടൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ഈയാമ്പാറ്റ തീയിലേക്ക് ചെന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈയാമ്പാറ്റയ്ക്ക് ഒരു ബോധമുണ്ട്, ഇത് അഗ്നിയാണ്, ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഭസ്മമായി പോകും എന്നൊരു ബോധം ഉണ്ടെങ്കിൽ ഈയാമ്പാറ്റ ആ തീയിൽ നിന്ന് ദൂരെ നിൽക്കും. അതേപോലെ നമ്മൾ ഈ ഭൗതിക സുഖഭോഗങ്ങളാകുന്ന തീയിൽ നിന്നും വളരെ ദൂരെ നിൽക്കണം. അതിൻ്റെ അർത്ഥം ഉപജീവനത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്നല്ല, ഉപജീവനത്തിന് വേണ്ടി ചെയ്തു. നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ശരീരത്തെ സുഖത്തിൽ മുക്കരുത്, ആസ്വാദനത്തിൽ മുക്കരുത്. പിന്നെ പൊതുവേ നമ്മൾ വൃദ്ധാവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരീരത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ സുഖങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കംഫർട്ട് സോണിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷേ വൃദ്ധാവസ്ഥയിലേക്ക് പോകുമ്പോൾ പൊതുവേ വാനപ്രസ്ഥം, പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്ക് തിരിയുന്ന വ്യക്തികൾ കൂടുതൽ തപസ് ചെയ്യണം. കാരണം ഒരു 25 വർഷത്തോളം അവർ സുഖത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും പൊതുവെ ഒരു ഐഡിയൽ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 25 വർഷം തപസ്യയായിരിക്കണം. തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തിൽ മഗ്നരായിട്ടിരിക്കരുത്. ഒരു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒരു 5-6 വയസ്സ് വരെ അവർക്ക് എല്ലാവിധ സുഖങ്ങളും നൽകാം, ഭക്ഷണമായാലും എല്ലാത്തിലും ഊരും. പക്ഷേ ഒരു 6 വയസ്സ് മുതൽ പിന്നെ ഒരു 25 വയസ്സ് വരെ അവർ കൂടുതൽ തപസ്യ ചെയ്യണം. എന്നിട്ട് കൂടുതൽ സുഖലോലുപരായി പോകരുത് 25 വയസ്സ് വരെ. 25 വയസ്സിന് ശേഷം അവർ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ അത്രത്തോളം ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ കാഠിന്യതകൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സുഖം വേണമെങ്കിൽ കൊടുക്കാം, സുഖം ജീവിതത്തിലാകാം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. ഒരു രാജാവ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫാണ് ജീവിക്കുന്നത്, കിടക്കുകയാണെങ്കിലും അതിലും ഇതിലുമൊക്കെ ഒരു കംഫർട്ട്. എന്തുകൊണ്ട്? അത്രത്തോളം രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ മാത്രം കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും സുഖം, കംഫർട്ട് നോക്കാൻ പാടില്ല. ഒരു ലക്ഷറിയസ് ലൈഫ് പേഴ്സണൽ ലൈഫിന് പാടില്ല. പക്ഷേ വലിയൊരു ഉത്തരവാദിത്വം എടുക്കുന്ന വ്യക്തികൾക്ക് ഒരു ലക്ഷറിയസ് ലൈഫ് കുഴപ്പമില്ല. കാരണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കാണുന്നവർക്ക് അത്രത്തോളം റെസ്പെക്റ്റ് ആ വ്യക്തിയോട് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിനൊരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു കുടിലിൽ താമസിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ വലിയൊരു ക്ഷീണമായിരിക്കും. കാരണം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതേപോലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു തരത്തിലുള്ള ഒരു മിനിമം കംഫർട്ട്സിൽ തെറ്റില്ല. കാരണം എന്തുകൊണ്ട്? ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ആ വ്യക്തി അതിൽ മതിമറന്നു പോകാനും പാടില്ല. പക്ഷെ ആ സ്ഥാനത്തിനോടുള്ള ബഹുമാനമാണത്. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കും അത് എപ്പോഴും ഓർക്കണം. അതായത് ഈ സ്ഥാനം ഒഴിയുമ്പോൾ ഇതെല്ലാം ഒഴിയേണ്ടി വരും, അല്ലേ? ഒരു 5 വർഷം മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഉള്ളൂ. എന്നാൽ ഒരു ദിവസം അത് ഒഴിയുമ്പോൾ എല്ലാം ഒഴിയേണ്ടി വരും. അതേപോലെ രാജകീയ ജീവിതം നമ്മൾ ജീവിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ അർഹിക്കുന്നുണ്ടെങ്കിൽ,
അതിനായിട്ട് കൊതിക്കണ്ട. അവർ അങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളും അതേപോലെ ആകണമെന്നില്ല. നമ്മളത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തും. പക്ഷെ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും വിചാരിക്കരുത്. അന്നേരം സ്വമേധയാ ഒരു സ്ഥാനത്ത്, അത്രയും ഉയർന്ന സ്ഥാനത്ത്, അതായത് സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ള സുഖഭോഗങ്ങളല്ല, കുറേ പേരുടെ മിനിമം നെസസിറ്റീസ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം എന്താ? അതായത് ആ രാജ്യത്തിലെ പ്രമാണിമാരുണ്ടാക്കുന്ന ആ സമ്പത്തിൽ നിന്നും പകുതി ടാക്സ് ആയിട്ട് ഈടാക്കിയിട്ട് ആ വ്യക്തി, ഞാൻ രാജാവെന്ന് പറയുന്നത് അത് മന്ത്രിമാരും ആകാം, ഭരണാധികാരികൾ, പക്ഷെ പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് രാജാവിൻ്റെ ഉത്തരവാദിത്വം എന്താ? പ്രമാണിമാരിൽ നിന്നും കാശ് ഈടാക്കി അത് സമൂഹത്തിന് നൽകുക. സാധാരണക്കാർക്ക് പോലും ഉറങ്ങാനുള്ള ഒരു സൗകര്യം, ഒരു കിടക്ക, അത് ഒരു കിടപ്പാടം ഉണ്ടായിരിക്കണം, ഭക്ഷണം ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അത് ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം. കാരണം വൈശ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അവരതിൽ സ്വാർത്ഥരായി പോകും. വൈശ്യരുടെ ഉത്തരവാദിത്തമേ അങ്ങനെയാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാക്കുക എന്നതാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക. പക്ഷെ അതിൽ അവർ ഡീവിയേറ്റഡ് ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അവർ കൂടുതൽ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഭഗവാന്റെ തന്നെ സത്യഭാമാദേവി, ഭഗവാന്റെ ഭാര്യയായ സത്യഭാമാദേവിയുടെ അച്ഛനായ സത്രാജ്യത്തിൻ്റെ കാര്യം നമുക്കറിയാം. സേവന്തകമണി അദ്ദേഹത്തിന് ലഭിച്ചിട്ട് അദ്ദേഹം അത് ഭഗവാന് കൊടുക്കാൻ തയ്യാറായില്ല. എന്നാലോചിച്ച് നോക്കണേ. അതാണ് ഒരു വൈശ്യ മെൻറ്റാലിറ്റി. കാരണം അങ്ങനെയുള്ള ഒരു പ്രവണത വരും. അതായത് നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാശിനോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവും. കാശ് കൊടുക്കാം. അന്നേരം അങ്ങനെയുള്ള വൈശ്യർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യണം. എത്രത്തോളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് പോകും. അന്നേരം പൊതുവേ ചില വ്യക്തികൾ പറയാറുണ്ട് ഭഗവാന് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ദാനം ചെയ്യണം? നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുക്കണം. നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുക്കത്തക്കവണ്ണം നമ്മൾ പുരോഗമിച്ചില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അത് ഭഗവാൻ കൊടുക്കണം. അന്നേരം ഏറ്റവും മെയിനായിട്ടുള്ളത് എന്താ? നമ്മുടെ ഹൃദയം ഭഗവാൻ കൊടുക്കുക എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമായിരിക്കണം. പക്ഷേ അത്രത്തോളം നമ്മൾ ഉയർന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് ഭഗവാന് കൊടുക്കണം. ഇന്ന് കൂടുതൽ ആൾക്കാരുടെ ഹൃദയത്തിൽ എന്താണ്? കാശ്, പ്രശസ്തി, പേര്, ഇതൊക്കെ ഇതിൻ്റെ പുറകിലാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്താവും? മെല്ലെ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും. എന്നിട്ട് അവിടെ ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിക്കും. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതായത് ആസക്തിയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. അത് ഈ ജീവിതത്തിൽ ഈ പ്രപഞ്ച നിയമമാണ്. ഇതിനാണ് നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ തേടേണ്ടത്. ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ കർമ്മയോഗമാക്കി മാറ്റാം എന്നതാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ കുടുംബകാര്യം മാത്രം നോക്കിയിരുന്നത് കൊണ്ട് അത് കർമ്മയോഗം ആകുന്നില്ല. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തൊഴുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്, നാമം ജപിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തി ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം. എന്നിട്ട് അത് ഭഗവാന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതും ഡൊണേഷൻ കൊടുക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം കഴിയുന്നില്ല. എവിടെയാണ് ഡൊണേഷൻ കൊടുക്കുന്നത്? ആ വ്യക്തി ആ ഡൊണേഷൻ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? അത് ഭഗവാന്റെ സേവനത്തിലാണോ ഏർപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പൊതുവേ അമ്പലങ്ങളിൽ നമ്മളിങ്ങനെ ഡൊണേഷൻ ചെയ്ത് റെസിപ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞില്ല. ആ എമൗണ്ട് കറക്റ്റായിട്ട് അതിന് തന്നെയാണോ പോകുന്നത് എന്നും കൂടെ ഉറപ്പുവരുത്തണം. എങ്കിലേ, അതായത് എത്തേണ്ടടുത്ത് ആ സമ്പത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ആ ദാനം പൂർണ്ണമാവത്തില്ല. അതിൻ്റെ ദാനത്തിൻ്റെ യഥാർത്ഥ ആ ദാനത്തിൻ്റെ ലിസ്റ്റിൽ അത് വരത്തുമില്ല എന്നുള്ളതാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മുടേതല്ല. നമ്മൾ ഒന്നും ഇത് കൊണ്ടുവന്നിട്ടില്ല. എല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. നമ്മുടെ ഈ ശരീരം പോലും നമുക്ക് ലഭിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്നാണ്.
അതാണ് നമ്മൾ ഈ ശരീരം ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ശരീരം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഈ ശരീരം എല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര കാലം മറന്ന് ജീവിക്കാനാണ്? ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞതുപോലെ പൂച്ച കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷി ഒന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. അതേപോലെ നമ്മൾ പലതും നമ്മുടേതായിട്ടുള്ള രീതിയിൽ എല്ലാം മറന്നിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുണ്യപ്രവർത്തികൾക്കോ സത്പ്രവർത്തികൾക്കോ നമ്മൾ ദാനം ചെയ്യുന്നത് അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണെന്ന് നമ്മൾ വിചാരിക്കണം. പക്ഷെ പൊതുവെ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ അഹങ്കാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ കാരുണ്യം, ആ ഒരു ബോധത്തോടു കൂടിയാണ് മിക്ക ആൾക്കാരും കൊടുക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ഇത്രയും വലിയ സമ്പത്തിൽ നിന്നും ഞാൻ എൻ്റെ ഔദാര്യത്തിൽ പിടിച്ചോ സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ഒരു അഹങ്കാരത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഓരോ ദാനവും നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും നമ്മൾ കാശ് വാങ്ങുന്നുണ്ട്. അതിൽ നിന്നുള്ള ലഭിക്കുന്ന കാശെല്ലാം നമ്മൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ കാശ് കൂട്ടി വെച്ചിട്ട് ഭാഗവത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ, കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. 24 ഗുരുക്കളെ കുറിച്ച് പറയുന്നില്ലേ, അതിലൊരു ഗുരുവിനെ കുറിച്ച് പറയുന്നത് തേനീച്ചയെ കുറിച്ചാണ്. തേനീച്ച എന്താ ചെയ്യുന്നത്? ഓരോരോ പൂക്കളിലും പോയി തേൻ ഇങ്ങനെ ശേഖരിക്കും. ഓരോന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ശേഖരിക്കും. എന്നിട്ട് ഒരു അമ്മ തേനീച്ചയുണ്ട്, ക്യൂൻ എന്ന് പറയുന്ന ആ തേനീച്ച അവിടെ എന്താ പറയുന്ന ആ തേനീച്ച കൂടിൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് റാണിയായിട്ടുള്ള അമ്മ തേനീച്ച. എന്നിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള തേനീച്ചകളെല്ലാം പല പല പൂക്കളിലും പോയി ഇങ്ങനെ ശേഖരിച്ചിട്ട് അവസാനം അതെല്ലാം ആ തേനീച്ച കൂട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അന്നേരം ഈ തേനിങ്ങനെ ശേഖരിച്ച് നിറച്ച് വരുമ്പോൾ തേനീച്ചകളെല്ലാം വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. നമുക്കിനി കുശാലായിട്ട് എല്ലാം ഭംഗിയായിട്ട് ജീവിക്കാം എന്ന് പറയുന്നു. ആ സമയത്ത് ഈ തേൻ ശേഖരിക്കുന്ന ആ വേടൻ വന്നിട്ട് തീ കൊളുത്തി അതിനെല്ലാം നശിപ്പിക്കുകയാണ്, എല്ലാ തേനീച്ചകളെയും കൊല്ലുകയാണ്. എന്നിട്ട് ആ തേനെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അന്നേരം ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പലതും ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വയ്ക്കും. പക്ഷെ ആ ശേഖരിച്ച് വെക്കുന്ന എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഒന്നുകിൽ ആശുപത്രി ചെലവിൽ പോകും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബന്ധുമിത്രാദികൾക്ക് പോകും, അല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുവന്ന് പോകും. ഒന്നുമില്ലെങ്കിൽ മരണത്തോടു കൂടി എല്ലാം നമുക്ക് നഷ്ടപ്പെടും. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മളിങ്ങനെ പിശുക്കി ഉണ്ടാക്കി വെക്കുന്നതെല്ലാം ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടും എന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഇത് 24 ഗുരുക്കളിൽ നിന്നും ഒരു ഗുരുവായ തേനീച്ചയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. തേനീച്ച ഓരോ കഷ്ടപ്പെട്ട് ഓരോ പൂവിൽ നിന്നും ഇങ്ങനെ തേൻ ശേഖരിച്ച് കൊണ്ടുവരികയാണ്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ഓർത്തിരിച്ചിരിക്കുക. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, എല്ലാം ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. കാരണം സമ്പത്ത് എന്ന് പറയുന്ന ഒരു ശക്തിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു നോട്ടായിട്ട് നമ്മൾ കാണരുത്. അതൊരു ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. ആ മണി എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. അതിനിങ്ങനെ പിടിച്ച് കെട്ടി വയ്ക്കാൻ നമുക്ക് കഴിയില്ല. അതിങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. ഒരു ശക്തി അതിനിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം സമ്പത്ത് എന്ന് പറയുന്ന അതിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം അത് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല. ഇത് ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതേ സമയത്ത്
മറ്റുള്ളവർ ആ കാശിനെ എങ്ങനെ പിടിച്ചു വയ്ക്കാമെന്ന് വിചാരിക്കും. ഇപ്പം വലിയ ഫ്രോഡുകൾ നടക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ന്യൂസിൽ കണ്ടതാണ്. എത്രയോ കോടിക്കണക്കിന് രൂപ ഡെയിലി ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും ഡെയിലി ഒരു 10 കോടി രൂപയാണ് ഫ്രോഡ് വഴി പോകുന്നതെന്ന്. അതായത് ഈ സൈബർ ക്രൈം വഴി. ഒന്നാലോചിച്ച് നോക്കണം. അതായത് ഇപ്പം നമ്മൾ ഫോണിലൂടെയൊക്കെ ഇപ്പം നമ്മൾ കോൾ ചെയ്യുമ്പോഴും പറയുന്നത് സൈബർ ക്രൈം ഇതാണ്, ആരെങ്കിലും നിങ്ങളുടെ OTP ചോദിക്കാൻ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വരുന്നില്ല. എന്തുകൊണ്ട്? കാരണം അത്രയ്ക്ക് എന്തോ പറഞ്ഞ കൺജൂഷൻ മാറിയത് കേൾക്കട്ടെ ഗുരുതു, എനിക്ക് മനസ്സിലായില്ല. മതി പുരുഷോത്തമൻ എന്താണ് എഴുതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും കൂടെ ഒന്ന് ക്ലാരിറ്റിയോടുകൂടി ഇതാണ്. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അന്നേരം സൈബർ ക്രൈം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ വിളിച്ചിട്ട് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും. അന്നേരം ഇതിനായിട്ട് വലിയൊരു റാക്കറ്റുണ്ട്, വലിയൊരു ടീമുണ്ടെന്ന്, വലിയൊരു ടീമുണ്ട്. അമേരിക്കയിൽ നിന്ന് കോടാനുകോടി രൂപയാണ് ഇന്ത്യക്കാർ തട്ടിപ്പറിച്ചെടുക്കുന്നതെന്ന്, അമേരിക്കക്കാരുടെ നിന്ന്. അതിനു വേണ്ടി അമേരിക്കയിൽ നിന്ന് വലിയ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മുടെ ഇവിടുത്തെ CBI പോലുള്ള അവരൊക്കെ ഇവിടെ വന്നിട്ട് സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്, അന്നേരം നിങ്ങൾ അതിൽ പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്കെതിരെ ഇനി അന്വേഷണം വരുന്നതായിരിക്കും, നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും, കോടതി നടപടിയൊക്കെയാണ്. നേരത്തേക്ക് ആൾക്കാർ പേടിക്കുമ്പോഴത്തേക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് ഒത്തുതീർപ്പാക്കാം, ഇത്രയും രൂപ അയക്കാനുണ്ട്, ഉടനെ ഇവർ പേടിച്ചിട്ടും കാശ് അയക്കും. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ വിചാരിക്കും ഇത് ഇത്ര വലിയ വിഡ്ഢികളാണെന്ന്. പക്ഷേ എത്രയോ പേരുടെ കാശ് നഷ്ടപ്പെട്ടിരിക്കുന്നു അറിയാം. എനിക്കും കോള് വന്നിരുന്നു 1 വർഷം മുമ്പ്. കോള് വന്നിട്ട് പറഞ്ഞ്, आपका सामान यहाँ पे अटक गया है और आपका भाई के नाम आपके नाम से पार्सल आया है, आपका यही नाम है ना भक्ति सुदर्शन स्वामी, और आपका एड्रेस यही है ना? हाँ आ गया। तो बॉम्बे में आपका एक पार्सल आया है और उसमें ड्रग्स है करके। ड्रग्सो ലാസ്റ്റ് ഇയർ ഞാൻ രാധാകുണ്ടിൽ താമസിച്ചിരുന്നപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു എന്തോ ഭഗവത്ഗീത എന്തോ ഓർഡർ ചെയ്തിരുന്നു ബോംബെന്ന്. പക്ഷെ അവർക്ക് വിളിച്ച ആളെ തെറ്റിപ്പോയി, കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവര് വിളിച്ചിട്ട് പറഞ്ഞു, തോ ആപ്ക സ്വാമിയാണെന്നും അറിയത്തില്ല, ആപ്ക നാം ഭക്തി സുദർശൻ, അന്നേരം അഡ്രസ്സും അതൊക്കെ കറക്റ്റ്. ഞാൻ പറഞ്ഞു അതെ. तो बोलेंगे आपका एक पार्सल आया है उसमें ड्रग्स है, अभी इन्वेस्टिगेशन होगा, आपको भी पकड़ा जाएगा, आपका एड्रेस है എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ഇവിടെയാണ്, നിങ്ങൾ ആരെയാണോ പിടിച്ചാൽ അവരെ പിടിച്ചോളാം. എന്നിട്ട് പറഞ്ഞ് പക്ഷെ നിങ്ങളുടെ അഡ്രസ്സാണ്, ആപ്ക അഡ്രസ് അതില്ല, നിങ്ങളുടെ അഡ്രസ്സാണ്. ഞാൻ പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്യാൻ? ആള് വിചാരിച്ചാണ് ആരെയാണോ ഇന്ന് കടിയുണ്ട്. പിന്നെ എന്നിട്ട് ഇനി വേറൊരു കോമഡി, അവിടെ തന്നെയുള്ള വേറൊരു സ്വാമിജി, നമ്മുടെ എന്തുവാ സേവ്യകൃഷ്ണ പ്രഭു, അന്നേരം ആളിനോട് ഇത് പറഞ്ഞു, എനിക്കും അങ്ങനെ കോൾ, ഞാൻ കാശ് അയക്കിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാശ് അയച്ചു. ശോ നാരായണ. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി അടുത്ത ഒരു സംഭവം, അടുത്ത ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കോൾ വന്നു, പിന്നെ വിളിയേയില്ല. അവർക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല. പക്ഷെ ഇങ്ങനെ എത്രയോ പേരുടെ കാശ് പോകുന്നുണ്ടറിയാം. പിന്നെ വേറെ ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കിലൂടെ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ വയ്ക്കും അവർ. പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. അന്നേരത്തേക്ക് ചില ഞരമ്പ് രോഗികളുണ്ട്, അവർ വിചാരിക്കും ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇവരെ ഹായ് ഹവർ യു ഇങ്ങനെ തുടങ്ങി ചാറ്റൊക്കെ തുടങ്ങി അത് വാട്സപ്പ് ചാറ്റിലേക്ക് എത്തി.
പിന്നെ അവസാനം വീഡിയോ കോളിലേക്ക് എത്തി. പിന്നെ പെട്ടെന്നൊരു പോലീസിൻ്റെ കോളായി. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഫോണിലൂടെ ഒരു പെണ്ണിനോട് അപമര്യാദയായിട്ട് സംസാരിച്ച് പെരുമാറി, അതുകൊണ്ട് അത് ആ പെണ്ണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. നാരായണ, ഇങ്ങനെ ഒരാൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, 10 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ വളരെ ഈസിയാണ് കാശ് തട്ടിപ്പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, വളരെ ഈസിയാണ്. അന്നേരം ഇവർക്ക് എന്നിട്ട് ഒരാളുടെ കയ്യിൽ 22 സിമ്മുകളൊക്കെയാണ് വയ്ക്കുന്നത്. ഒരു കോൾ ചെയ്യാൻ ഒരു സിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരത് പൊട്ടിച്ച് കളയുന്നത്. അന്നേരം ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ അതായത് ഗ്രാമത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ അവരുടെ ആധാർ കാർഡും എല്ലാം എടുത്തിട്ട് ഇവരെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, എന്നിട്ട് ഇവരാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ത് ജീവിതം ഇതല്ലേ? എന്നിട്ട് സൈബർ ക്രൈമിൻ്റെ ആൾ പറയുന്നു, ഫെഡറൽ ബ്യൂറോ അമേരിക്കയിലുള്ള ഒരാൾ, എങ്ങനെയോ ഇങ്ങനെ കാശ് കൊടുക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ്, എനിക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ആൾ പറയുകയാണ്, ഇത് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെച്ച കാശാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടും ഒരു ദയയില്ലാതെ ആ കാശ് മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തു എന്നുള്ളത്, ഒരു എളുപ്പമില്ലാതെ. അതായത് ആ പേഷ്യൻറ്റിൻ്റെ എന്നിട്ട് ഒരു അമ്മയാണെങ്കിൽ റിട്ടയർമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. റിട്ടയർമെൻറ്റ് എത്തി അവർ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച അതിൻ്റെ 70% കാശാണ് പോയെന്നുള്ളത്. ആ അമ്മ പറയുക, വിദേശത്തുള്ള അമേരിക്കക്കാരിയായിട്ടുള്ള അമ്മ, ഏകദേശം ഒരു 60 വയസ്സ്. അമ്മ പറയുക, എൻ്റെ മോൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അവനുള്ള പഠിത്തത്തിനും എല്ലാത്തിനും വേണ്ടി ഞാൻ റെഡിയാക്കിയ കാശായിരുന്നു. ജീവിതകാലം മുഴുവൻ പാത്രം കഴുകി, അതൊക്കെ അമേരിക്കക്കാരി പറയുകയാണ്. പല പല ജോലികളും ചെയ്തിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതിൽ 70% കാശാണ് പോയത്. അന്നേരം ഇനി എൻ്റെ ജീവിതത്തിൽ വലിയൊരു നാണക്കേടാണ് ഇത്, എനിക്ക് ആരോട് പറയാൻ പോലും പറ്റില്ല. അല്ലേ? ഇത്രയും പ്രാക്കുകൊണ്ട് ലഭിച്ച കാശ് വെച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് കലിയുഗമായതുകൊണ്ട് കലഹവും കാപട്യത്തിൻ്റെയും ഒരു യുഗമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ കാശെന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്, അതിങ്ങനെ തട്ടിപ്പറിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരും. പിന്നെ പല പല ലിങ്കുകൾ വരും. ഒരാൾ പറഞ്ഞു, നിങ്ങൾ 6 മാസം മുമ്പേ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിരുന്നു അല്ലേ? അതെ. അതിൻ്റെ അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ ഇടുക, എക്സ്പയറി ഡേറ്റ് ഇടുക, എല്ലാം ആൾ ഫില്ലപ്പ് ചെയ്തു. ഉടനെ മെസ്സേജ് വന്നു, 20,000 രൂപ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 15,000 രൂപ ഡെബിറ്റ്. അക്കൗണ്ടിലേക്ക് വീഴുമ്പോൾ ഉടനെ അവർ ക്യാഷ് വിഡ്രോ ചെയ്യും, അക്കൗണ്ട് ക്ലോസ്ഡ്. അവരുടെ അക്കൗണ്ടും ക്ലോസും സിമ്മും കൂടി കളഞ്ഞു. നാരായണ. എന്നിട്ട് ഇത് ചെയ്യുന്ന കുറച്ച് പേരെ ഇവർ പിടിച്ചിട്ട് ഇവരുമായിട്ട് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അവർ പറയുക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്, നിങ്ങളിത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന്. അല്ല, വളരെ ഫോൺ കോളിൽ തന്നെ എല്ലാം നടക്കുമല്ലോ. ഒരു 10-20 കോള് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 പേരെങ്കിലും കെണിയിൽ വീഴുന്നു. എന്നിട്ട് നിങ്ങൾ ഈ കാശെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കള്ളു കുടിക്കും, അവിഹിത ബന്ധങ്ങൾ പുലർത്തും, മാംസം കഴിക്കും, കലി. ഹരേ കൃഷ്ണ. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, തേനീച്ചയുടെ ഉദാഹരണം നൽകിയതുപോലെ ആ തേൻ ഇങ്ങനെ കൂട്ടി നമ്മൾ വയ്ക്കുന്നു. പക്ഷെ പലതരത്തിലുള്ള ആൾക്കാർക്കും നമ്മളെ ടാർഗറ്റ് ഉണ്ടെന്ന് ഓർക്കും. തേനീച്ച ഒരിക്കലും അറിയുന്നില്ല ആരൊക്കെയാണ് നമ്മളെ നോട്ടിട്ടിരിക്കുന്നത്. അവിടെ തേൻ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഒരാൾ നോട്ടം ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ ആവട്ടെ. നമ്മൾ സന്തോഷിച്ചിരിക്കുക, തേനിങ്ങനെ കൂടി വരുന്നു. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ബോംബെയിൽ വളരെ ഫേമസ് നടൻ സൈഫ് അലി ഖാൻ, ആളുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി. വലിയ ബോളിവുഡ് സ്റ്റാറൊക്കെയാണ്, ഭയങ്കര സിക്സ് പാക്ക് ഒക്കെയാണ്. ഇങ്ങനെ ആ കള്ളനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യൻ, അവൻ 4-5 കുത്ത്. അവസാനം ആളോ പേടിച്ച് മുകളിൽ ടെറസിലോട്ട് പോയി ഓടി. എന്തോ പറയുന്നത്. എന്നിട്ട് അവൻ ഉള്ളതും കൊണ്ട് ഓടി. അവൻ പിടിക്കുകയൊക്കെ ചെയ്ത്.
പക്ഷെ ആൾക്കാണ് ഏറ്റവും വലിയ സിക്സ് പാക്ക് ഉള്ള നടനാണ്. പക്ഷെ ഒരു മെലിഞ്ഞൊരു പയ്യൻ കത്തി വെച്ച് 4-5 കുത്ത്. സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു ഇടി ഇടിക്കുമ്പോൾ ആൾക്കാരൊക്കെ തെറിച്ചു. എത്രയോ 10-20 ആൾക്കാരൊക്കെ തെറിച്ചു. അതുകൊണ്ട് ആരും സേഫ് അല്ല ഇനിയുള്ള കലിയുഗത്തിൽ. ഇനി കള്ളന്മാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാലോ? നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഭാഗവതി പറയുന്നു, ഇനി മുന്നോട്ട് വലിയ ഘോരമായിട്ടുള്ള കലിയുഗം വരുമെന്ന്. നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്നും കൂടുതൽ എന്ത് വരാനല്ല? ഇതൊന്നുമല്ല, ഇനിയുണ്ട്. ഇനി വലിയ ഘോരമായിട്ടുള്ള കലിയുഗം വരും. എല്ലാവരും വീടും കൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലോട്ട് ഓടേണ്ടി വരും. കാരണം ഒന്നിൻ്റെ പുറകെ ടാക്സ് ആണ്. ഓരോ സാധനങ്ങൾക്കും ടാക്സ് ആണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പൂന്താന നമ്പൂരിപ്പാട് പറഞ്ഞതുപോലെ വൈകുണ്ഠത്തിലേക്ക് പൊയ്ക്കോളൂ എല്ലാവരും. ഓടി രക്ഷപ്പെടും. ഇവിടെ എന്നിട്ട് കാര്യമില്ല. പ്രഭുപാദ് പറയുന്നു, ദിസ് പ്ലേസ് ഇസ് നോട്ട് ഫോർ ജെന്റിൽമാൻ എന്ന് പറഞ്ഞു. ഒരു ഭക്തൻ പറയുന്നു, ഇതിലും നല്ല ജോലി വേറെ ഉണ്ടോ ഗുരുജി? ഏത് ജോലി? കള്ളന്മാരുടെ ജോലിയാണോ ഉദ്ദേശിച്ചത്? അതോ എന്തോ ഉദ്ദേശിച്ച് എനിക്കറിഞ്ഞൂടാ. അന്നേരം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കാശ്, അതിൽ പല ആൾക്കാരുടെയും നോട്ടമുണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ സത്പ്രവർത്തികളിൽ അത് ഏർപ്പെടുത്തുക. അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എന്തായാലും പോകേണ്ട കാശാണ്. എൻ്റെ അടുത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണമെന്നല്ല, അതല്ല ഉദ്ദേശം. അല്ലെങ്കിൽ എല്ലാ കള്ളന്മാരും എൻ്റെ അടുത്ത് നമ്മളും അക്കൗണ്ടിൽ കാശ് ഇങ്ങനെ കൂട്ടി വെക്കാറില്ല. സർവീസ് സർവീസ് സർവീസ്. നമ്മൾ കണ്ടില്ലേ, ഈ ഒരു കോസ് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഫെസ്റ്റ് വരുമ്പോൾ അതിന് വേണ്ടിയുള്ള കാശാണ്. അത് ഉടനെ ഓക്കെ, അതെ സർവീസ്. ഇപ്പോൾ ഇത് നമ്മുടെ രാജസൂയ യജ്ഞം തുടങ്ങുന്നതിന് മുമ്പേ യുധിഷ്ഠിരന്റെ ഖജനാവ് നോക്കുമ്പോൾ ഖാലിയാണ്. ഒരു പ്രവചി പറയുന്ന, കാടില്ല സ്വാമി, കാടില്ല, പക്ഷെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഓടും. മനുഷ്യരില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തോട്ട് ഓടും. ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ഇന്നലെ ഞാൻ ബാബജിയായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. ഈ വൃന്ദാവനം നമ്മളിപ്പോൾ ഇരിക്കുന്ന ബർസാന ഫുൾ കാടായിരുന്നു, ഫുൾ കാട്. പുലികളും സിംഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പലതരത്തിൽ. ഇപ്പോഴും അവിടെ അങ്ങോട്ട് പോകുമ്പോൾ, താഴോട്ട് പോകുമ്പോൾ ഒരു ഗുഹയുണ്ടെന്ന്, ഒരു വലിയ മലമ്പാമ്പിൻ്റെ. അങ്ങോട്ടൊന്നും പോരുത് കേട്ടോ. അത് വിശന്നിരിക്കുമ്പോഴാണ്, അത് ഉപവാസം കഴിഞ്ഞിട്ട് പാരൻ സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ മഹാപ്രസാദ ഗോവിന്ദ പറഞ്ഞ് അത് അടിക്കും നമ്മൾ. പിന്നെ ഒരു രക്ഷയില്ല മക്കളെ. പക്ഷെ നമുക്ക് ഭാഗ്യമാണ്, ബർസാനെ വെച്ചാണ് പോകുന്നത്. മാലമ്പാമ്പിന്റെ ആദ്യോടെ രാധേ രാധേ എന്ന് പറഞ്ഞാൽ മതി, ആ പാമ്പിന് മോക്ഷം കിട്ടും. പേടിക്കണ്ട, അത്രയും ഡേഞ്ചറസ് ഒന്നുമല്ല. പക്ഷെ ആണ് കേട്ടോ, സൂക്ഷിക്കുക. അന്നേരം ബാബാജി പറയാണ്, അവിടെ വലിയ പുലികളും സിംഹങ്ങളും ഒക്കെ. ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലാരും ഇവിടെ പോയെന്ന്. അന്നേരം ബാബാജി പറയുക, ഒരു 30-40 വർഷം മുമ്പേയുള്ള കാര്യം പറയും. ഇവിടെ എല്ലാം ഒരുപാട് മാനുകളൊക്കെ ഉണ്ടായിരുന്നു, നിറയെ മയിലുകളും ഉണ്ടായിരുന്നു. അന്നേരം ഈ മാനുകള് അവിടെ ഈ മഴയൊക്കെ പെയ്ത് കൃഷിസ്ഥലങ്ങളെല്ലാം ഈ ചെളി കൊണ്ട് നിറയും, വെള്ളം കൊണ്ട് നിറയുമ്പോൾ അവിടെ എല്ലാം കുഴഞ്ഞിരിക്കും മണ്ണ്. അന്നേരം ഇമാരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ദുഷ്ടന്മാരുടെ സ്വഭാവം നോക്കണേ. അവന്മാരിങ്ങനെ മിണ്ടാതെ ഒരു കുടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അന്നേരം പാവം മാൻ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ ഓരോന്നും കഴിക്കാനായിട്ട് വരും. എന്നിട്ട് പെട്ടെന്ന് ഈ കുടയെടുത്ത് ഇങ്ങനെ മാറ്റുന്നു. മാൻ പേടിച്ചെടുത്ത് ഒറ്റച്ചാട്ടം ആ ചെളിയിൽ വീണ് കഴിയുമ്പോൾ പിന്നെ അതിന് ഓടാൻ പറ്റത്തില്ല. ഹരേ കൃഷ്ണ. ഇവന്മാരെല്ലാവരും കൂടെ പിടിച്ച് ഹരേ കൃഷ്ണ ഹരി പോലാക്കും. പിന്നെ അവനെ അങ്ങനെ എത്രയോ മാനുകൾ തീർന്നിരിക്കുന്നു അറിയാം. സോ അങ്ങനെ കലിയുഗമല്ലേ, ഘോരമായ കലിയുഗമല്ലേ. അന്നേരം ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ നാട്ടിലെ കാര്യമൊന്നും പറയണ്ടല്ലോ, അവിടെ വൈകുണ്ഠമാണല്ലോ. ഇത് പിന്നെ ഇത്രയൊക്കെ ഉള്ളെന്ന് പറയും നമ്മുടെ നാടാണെങ്കിൽ. ഹരേ കൃഷ്ണ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്ന്
നന്നായി ആലോചിക്കണം. നമ്മൾ ഈ കൂട്ടി വയ്ക്കുന്നതെല്ലാം കണ്ടവന്മാർ കൊണ്ടുപോകുന്നതിന് പകരം നമ്മളായിട്ട് അതിനെ നേരായിട്ടുള്ള വഴികളിൽ ഉപയോഗിക്കുക. കാരണം എന്തായാലും ഒരു ദിവസം പോകേണ്ടതാണ് ഇതൊക്കെ. അതിന് പകരം അത് സത്പ്രവർത്തികളിൽ ഏർപ്പെടുക. അത് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല. നിങ്ങൾ സേവനത്തിൽ ഏർപ്പെടുക, സേവനം ചെയ്യുക. ആ സമ്പത്ത് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ അർത്ഥം വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ കാശ് സേവ് ചെയ്യണത്, സേവ് ചെയ്യുന്നത് സൂക്ഷിക്കുക. ഒരിക്കലും തെറ്റായിട്ടുള്ള കൈകളിൽ പെട്ടുപോകരുത് ആ കാശ്. അത് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം നിങ്ങൾ അധ്വാനിച്ച കാശാണ്. ഒരു ചെറിയ ഒരു ചെറിയ ക്ലിക്ക് മതി മൊബൈലിൽ നിന്നും എല്ലാം തീരാൻ വേണ്ടി. ചില ആൾക്കാർ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരും പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ ബാങ്കിൽ നിന്നാണ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്കിപ്പോൾ ഒരു OTP വരും, OTP ഒന്ന് പറയാമോ എന്ന് ചോദിക്കും. നമ്മൾ എന്നാ പഠിച്ചോ എന്ന് പറഞ്ഞു തീർന്നു അതോടുകൂടി തീർന്നു. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടുപോയിട്ടും അവർക്ക് ഒരു സമാധാനം ഒന്നും കാണത്തില്ല. എന്ത് ജീവിതം, ഇത്രയും ആൾക്കാരുടെയും പ്രാക്കൊക്കെ കിട്ടിയിട്ട് ഇവരൊരിക്കലും സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ അല്ല പറ്റിക്കുന്നത്. എന്നിട്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, വിദ്യാഭ്യാസം ഉള്ളവരെയാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ? അതുപോലെ ഏറ്റവും വലിയ മണ്ടന്മാർ വിദ്യാഭ്യാസം ഉള്ളവരാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ OTP എന്താ OTP? അജ്ഞത നല്ലതാണ്. നിങ്ങളുടെ മകന്റെ പേരിൽ കേസായി. മകനോ? കേസോ? എന്ത് കേസ്? അത് കേസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവന്റെ 1 മണിക്കൂർ പോകും. അതുകൊണ്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാം വിദ്യാഭ്യാസം ഉള്ളവരെയാണ്. കാരണം വിദ്യാഭ്യാസം ഉള്ളവർക്കാണല്ലോ റെപ്യൂട്ടേഷനെ കുറിച്ചുള്ള ഭയം. അന്നേരം ബാക്കിയുള്ളവർക്ക് എന്ത് മുകളിൽ ആകാശം താഴെ ഭൂമി. അവര് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് അതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ അവിടെ നിങ്ങളുടെ എന്തോ സാധനം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തോ നിങ്ങൾ വെച്ചോളൂ പറഞ്ഞു. അന്നേരം ഇന്നത്തെ കാലത്ത് ഡിഗ്രി കൂടുന്നുണ്ട്, പക്ഷെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. വലിയ പോഷ് ഇംഗ്ലീഷൊക്കെ പറയും, പക്ഷെ ഒരു കോമൺ സെൻസ് ഇല്ലെന്നുള്ളത്. അയ്യോ നാരായണ. അന്നേരം ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗുരുദേവനെ പോലുള്ള ആത്മീയ ആചാര്യന്മാരുടെ ആവശ്യകത വളരെ അനിവാര്യമായിരിക്കും. ഹരേ കൃഷ്ണ. അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഗുരുപരമ്പരയുടെ കാരുണ്യം. അന്നേരം നിങ്ങളെല്ലാവരും അതേപോലെ ഈ നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ ആൾക്കാരെല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, പാവങ്ങൾ. സത്യം. തേനീച്ചയുടെ അതേ ഉദാഹരണം. കഷ്ടപ്പെട്ട് ഓരോ പൂക്കളിലും പോയി തേൻ ശേഖരിച്ച് ഒരു ദിവസത്തിൽ ഒരു 12-14 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടാണ് ഇത് കാശുണ്ടാക്കുന്നത്. എന്നാലോചിച്ചോളൂ. എന്നാൽ ഇവരെല്ലാം ഈ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം എന്താണ്? ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി. ഭയങ്കര ദുരിതമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഡേഞ്ചറസ് ലോകമാണ് കലിയുഗം. അതുകൊണ്ട് നമ്മൾ ഈ കലിയുഗത്തിൽ കലേർ ദോഷനിധേ രാജൻ, ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ നമ്മുടെ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറയുന്നു, ദോഷങ്ങളുടെ ഒരു സമുദ്രമാണ് കലി എന്ന് പറയുന്നു. ഒരേ ഒരു ഗുണമേ ഉള്ളൂ, കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാന്റെ കീർത്തനം, ഹരിനാമ കീർത്തനം, ഭഗവാന്റെ നാമജപം അല്ലാതെ ഈ കലിയുഗത്തിൽ നല്ലത് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുക. എത്രത്തോളം നാമം ജപിക്കുന്നു അത്രത്തോളം നമ്മൾ സുരക്ഷിതരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ ഭക്തരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവും, പക്ഷെ തെറ്റൊരിക്കലും നമ്മൾ ന്യായീകരിക്കരുത്. ഞാൻ എപ്പോഴും സത്സംഗതി പറയുന്ന പോലെ, തെറ്റ് സംഭവിക്കുമ്പോൾ അതിങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയുണ്ട്, ഇതായതുകൊണ്ട് അതായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നുള്ളത്.
ഒരിക്കലും നമ്മുടെ തെറ്റാന്ന് നമ്മൾ അംഗീകരിക്കത്തില്ല. തെറ്റ് സംഭവിച്ചാൽ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും നന്മ നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ സ്തുതിക്കണം, അത് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് ഇങ്ങനെ ആയതുകൊണ്ടാണ്, അത് ഇതുകൊണ്ടാണ്, അത് അതുകൊണ്ടാണ്, ഇവരായതുകൊണ്ട് അതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ നന്മയ്ക്കുള്ള ക്രെഡിറ്റ് ഒരിക്കലും നമ്മൾ എടുക്കരുത്. അത് അഹങ്കാരമാണ്. കാരണം അതിന് അർഹരല്ല നമ്മൾ മാത്രമല്ല. ഇപ്പോൾ അടിയൻ ഇവിടെ ഇരുന്ന് ഈ സത്സംഗം പറയുമ്പോൾ ഞാൻ ജനിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും കാരുണ്യത്താൽ. ഭഗവാൻ ഈ ജന്മം എനിക്ക് നൽകി. കുട്ടിക്കാലം മുതലേ വളർന്ന് എൻ്റെ കുട്ടിക്കാലം മുതലേ എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഓരോരോ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, അതിനുശേഷം ഗ്രാജുവേഷൻ, ഇതിനെല്ലാം ഓരോരോ വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ വന്ന് അവരെല്ലാം എനിക്കൊരു അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ സർവോപരി എൻ്റെ ഗുരു മഹാരാജിൻ്റെ ആ പരമ്പരയായിട്ട്, പ്രഭുപാജിയുടെ പരമ്പരയായിട്ട് ഞാൻ കണക്ട് ചെയ്തപ്പം അന്നേരം ഗുരു മഹാരാജും പ്രഭുപാജി മാത്രമല്ല, അവരെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നത് അവരുടെ ശിഷ്യരിലൂടെയാണ്. ഞാൻ എൻ്റെ ഗുരു മഹാരാജുമായിട്ട് അധികം സമ്പർക്കം എനിക്കില്ലായിരുന്നു. പ്രഭുപാജിയായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ശിഷ്യരിലൂടെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. അന്നേരം എത്രയോ 100 കണക്കിന് ശിക്ഷാഗുരുക്കന്മാർ അടിയൻ്റെ ജീവിതത്തിലുണ്ട്. അവരെല്ലാം അടിയനെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ശിക്ഷണങ്ങൾ, അവരുടെ മാർഗനിർദ്ദേശങ്ങളാണ് എൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അവർ പഠിപ്പിച്ചു തന്ന ഗ്രന്ഥങ്ങൾ, അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയൻ ഇത് പറയുന്നത്. അന്നേരം ഞാനൊരു കാര്യം പറയുമ്പോൾ അന്നേരം അത് ഭഗവാന്റെ കാരുണ്യമാണ്. അന്നേരം ഇതിനെല്ലാം കാരണക്കാരനായിട്ട് പരമോന്നതനായിട്ടുള്ള ഭഗവാൻ, ആ ഗുരുവായൂരപ്പനാണ് ഈ ഒരു വഴികളിലൂടെ എല്ലാം അടിയനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുമ്പം ഇതെല്ലാം ക്ലിയർ ആവും. ഈ കണക്ക്, ഈ കടപ്പാടെല്ലാം പൂർത്തീകരിക്കപ്പെടും. അതായത് കാരണം എൻ്റെ ഗുരുവാണല്ലോ, പല ഗുരുവിൻ്റെ ശിഷ്യരിലൂടെ എനിക്കിതെല്ലാം പഠിപ്പിച്ചു നൽകി. എന്നാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കഴിവാണെന്ന്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബാക്കപ്പ് ഉണ്ട്, പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, സത്സംഗങ്ങൾ, പല തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ചതിൻ്റെയും പിന്നെ ഇങ്ങനെയുള്ള എല്ലാവരുടെയും അനുഗ്രഹത്താലാണ് അടിയൻ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയൻ സംസാരിക്കുന്നത്. അന്നേരം ഒരിക്കലും എൻ്റെ കഴിവല്ല, ഇത്രയും പേരുടെ കോൺട്രിബ്യൂഷൻ, എൻ്റെ ജന്മം നൽകിയ അമ്മ മുതൽ അച്ഛൻ മുതൽ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഇന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻ്റെ ഗുരുഭൂതന്മാരായിട്ടുള്ള ആചാര്യന്മാർ, അവരിൽ നിന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയൻ സംസാരം. അന്നേരം നമുക്ക് അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സർവ്വചരാചരങ്ങളുടെയും നിയന്താവായ ഗുരുവായൂരപ്പൻ, അതിനും അപ്പുറത്തായിട്ട് ശ്രീമതി രാധാറാണി. അന്നേരം ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള പരമ്പര, ഇതൊക്കെയാണ് അടിയൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ. അന്നേരം ഓരോ നിമിഷവും നമ്മളെപ്പോഴും ഇത് ആലോചിക്കുക. നമുക്ക് കഴിവ് ലഭിക്കുന്നത് ഭഗവാനിലൂടെയും, ആ കഴിവ് സേവനത്തിൽ ഏർപ്പെടുത്താൻ അവസരം ലഭിക്കുന്ന ഗുരു പരമ്പരയിലൂടെയാണ്. എപ്പോഴും ഓർക്കുക. ഇതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ ഇന്ന് അദ്വൈതാചാര്യരുടെ ആവിർഭാവ ദിനമാണ്. ആരാണ് അദ്വൈതാചാര്യൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആദ്യമായിട്ട് സത്സംഗം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ശ്രീകൃഷ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ യഥാർത്ഥ രൂപം. ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് രൂപം എന്നല്ല. പക്ഷേ ഭഗവാന്റെ ഏറ്റവും അന്തിമ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രൂപം എന്ന് പറഞ്ഞാൽ ഓടക്കുള്ളും പിടിച്ച് പീതാംബരവും ധരിച്ച് മയിൽപ്പീലിയും ചൂടി നിൽക്കുന്ന, വൃന്ദാവന നികുഞ്ചങ്ങളിൽ വിഹരിക്കുന്ന, പശുക്കളെ മേയിച്ച് കിടക്കുന്ന ആ ഗോപാലിലാണ് ഭഗവാന്റെ യഥാർത്ഥ രൂപം. അതായത് ബൈബിളിൽ പറയുന്ന ഗോഡാണെങ്കിലും ഖുറാനിൽ പറയുന്ന അല്ലാഹു ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ കൃഷ്ണരൂപമാണ്. അതാണ് ഭഗവാൻ, ഈശ്വരൻ, അഖില കോടി ബ്രഹ്മാണ്ട നായകൻ. അതേ ഭഗവാന്റെ അടുത്തൊരു രൂപമാണ്, ആ ഭഗവാന് 2 രൂപമുണ്ട്, ഒന്ന് കൃഷ്ണരൂപം, ഒന്ന് രാധാരൂപം. ഒരേ ഭഗവാൻ, ആ പരമോന്നത, അതായത് ഭഗവാന്റെ ശക്തി എന്നാണ് നമ്മൾ പല പ്രാവശ്യവും രാധാറാണിയെ പറയുന്നതെങ്കിലും ആ ശക്തിയും ഭഗവാൻ തന്നെയാണ്. അത് ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാനിൽ നിന്ന് കുറഞ്ഞു പോയി എന്നല്ല, അന്നേരം ഭഗവാന്റെ തന്നെ അടുത്തൊരു ഭഗവാന്റെ രൂപമാണ്, ഭഗവത് രൂപമാണ്. അത് നമ്മൾ പറയാം ഭഗവാനേ ഭഗവതിയേ, അതേപോലെ ആ ഭഗവതിയാണ് രാധാറാണി.
ഭഗവാൻ കൃഷ്ണനും ഭഗവതി രാധാറാണി, ഇത് രണ്ടും ഒരേ ഭഗവാൻ തന്നെ രണ്ടാവുകയാണ്, രണ്ട് രൂപം എടുക്കുകയാണ്. ഇതിന് രണ്ട് ഭാവത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ ആ ഈശ്വര ഭാവത്തിലും ഭഗവതി ആ ഈശ്വരി ഭാവത്തിലുമാണ്. ജഗന്നാഥനും ജഗന്നാഥേശ്വരി. അന്നേരം ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടു പേരാണ്, ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ശ്രീകൃഷ്ണ രൂപത്തിലും ഒന്ന് രാധാദേവിയുടെ രൂപത്തിലും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഭഗവാൻ പല പല രൂപങ്ങൾ എടുക്കുന്നു. വിഷ്ണു രൂപം എടുക്കുന്നു, വിഷ്ണു രൂപത്തിൽ നിന്ന് മഹാദേവൻ വരുന്നു. അതേപോലെ ദേവിയും പല പല രൂപം, ലക്ഷ്മി രൂപം എടുക്കുന്നു, ദേവി പിന്നെ പാർവതി ദേവിയായി മാറുന്നു, മായാദേവിയായിട്ട് മാറുന്നു. അങ്ങനെ ഒരു വലിയൊരു പറയുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അങ്ങനെ ഭഗവാൻ വിസ്തരണം ചെയ്ത് 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 വരുമ്പോൾ സദാശിവൻ വരും. അന്നേരം ആദ്യമുള്ള ഭഗവാൻ ഉണ്ടല്ലോ, അതാണ് ആദിപുരുഷൻ. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ആദിപുരുഷം അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇനി ആദിപരാശക്തി അതാണ് ശ്രീമതി രാധാദേവി. അന്നേരം ആദിപുരുഷനും ആദിപരാശക്തിയും അതാണ് ഇവർ രണ്ടുപേരും. ഓം എന്ന മന്ത്രത്തിൽ ഇത് രണ്ടുപേരുമുണ്ട്. ഇങ്ങനെ ആ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ആദിപുരുഷനായ ഭഗവാൻ, ഊ എന്ന് പറയുന്ന ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നെ ആ ഉച്ചരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവാത്മാവ്, ആ വ്യക്തി ജീവാത്മാവ്, അതാണ് മ എന്ന് പറയുന്നത്, അതാണ് ഓം എന്ന് പറയുന്നത്. അന്നേരം ആ ഓം എന്ന ഉച്ചാരണത്തിൽ ആദിപുരുഷനായ ഭഗവാനും ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണിയും, എന്നിട്ട് ആ ഉച്ചരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ്. വ്യക്തിയുടെ ആത്മാവെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഓം എന്ന് പറയുന്നത്. അത്രയും പവർഫുൾ ആണ്, പ്രണവ മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമാണ് നമുക്ക് ഓരോ മന്ത്രങ്ങളും ഉരുവിടാൻ കഴിയുക. അതില്ലെങ്കിൽ എല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിനകത്ത് രാധാറാണിയുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അതുകൊണ്ട് എല്ലാവർക്കും ആ ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, അറിയാനുള്ള യോഗ്യതയില്ല. അതാണ് കറക്റ്റ്. കുറച്ചും കൂടെ രാധാറാണിയെ കുറിച്ച് അറിയാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഓം ഉച്ചരിക്കുക. ഏത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് മുമ്പേ ഓം ഉച്ചരിക്കുക. നിങ്ങൾ ആരെ വേണമെങ്കിലും ജപിച്ചോളൂ. മഹാദേവനെ ജപിക്കണോ, വിഘ്നേശ്വരനെ പൂജിക്കണോ, ആരെ വേണമെങ്കിലും പൂജിച്ചോളൂ. പക്ഷെ ഓം വെച്ചേ തുടങ്ങാൻ പാടുള്ളൂ, കാരണം ഓമാണ് അൾട്ടിമേറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓം എന്ന് പറയുന്നത് എല്ലാവരും ജപിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാം ഓം ഓട്ടോമാറ്റിക്കലി ഓം വരും. കാരണം ഓമിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഊർജ്ജങ്ങളും വരുന്നത്. പഞ്ചഭൂതമാണെങ്കിൽ എല്ലാം വരുന്നത് ഓമിൽ നിന്നാണ്. ഓം ജപിക്കാത്ത ആരുമില്ല, ഓം ജപിക്കാത്തതായിട്ട് ആരുമില്ല. എല്ലാവരും ജപിച്ചേ പറ്റൂ. ഓമിലാണ് നമ്മുടെ പ്രാണൻ വർക്ക് ചെയ്യുന്നത്. പ്രാണവായു, ശ്വാസം, ഉച്ഛ്വാസം എല്ലാം ഓമിലാണ്. നിങ്ങൾ കണ്ണടച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഓമെന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലെ പ്രാണവായുവും എല്ലാ ബോഡിയിലെ മെക്കാനിസം ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നുള്ളൂ. ഭയങ്കര പെർഫെക്ഷനിലേക്ക് പ്രവർത്തിക്കുന്നുള്ളതാണ്. കാരണം എന്താ, അതിൽ നിന്നാണ് നിങ്ങളുടെ ബോഡി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമേ ഓമാണ്. നമ്മുടെ ശ്വാസ ഉച്ഛ്വാസത്തിലും ആ ഓമിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ കുണ്ടലിനി ചക്രങ്ങൾ ഓരോന്നുണ്ടല്ലോ, അതിലെ സഹസ്രാര ചക്രത്തെ ഉണർത്തുന്ന അതാണ്. അവിടെ നിന്നാണ് നമ്മുടെ ആത്മാവ് ഈ ശരീരത്തുമായിട്ട് കണക്റ്റ് ആവുന്നത്. ആത്മാവ് ഹൃദയത്തിലായിരിക്കുന്നത്, പക്ഷെ ആ തുടക്കത്തിൽ അന്നേരം ആ സഹസ്രാര ചക്രത്തെ ഉണർത്താനുള്ള മന്ത്രമാണ് ഓം. അന്നേരം താഴെ മുതൽ മൂലാധാര ചക്രം മുതൽ ലം വം രം യം ഹം ഉം ഓം, അങ്ങനെ പല പല മന്ത്രങ്ങളുണ്ടെങ്കിലും അതിലെ പരമോന്നതമായിട്ടുള്ള സഹസ്രാര ചക്രത്തെ ഉണർത്താനുള്ള മന്ത്രം ഓമാണ്. ആ ഓമില് ഈ എല്ലാ മന്ത്രങ്ങളും ഉണ്ട്. അതിൽ ലമ്മുണ്ട്, വമ്മുണ്ട്, രമ്മുണ്ട്, യമ്മുണ്ട്, ഹമ്മുണ്ട്, ഉമ്മുണ്ട്, ഓം ഉണ്ട്. അതെല്ലാം അവിടെ. അതായത് ഓം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്. ഇനി ഓം ഉച്ചരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഈശ്വര ആരാധനയുടെ ആവശ്യമില്ലെന്നാണ് സത്യം പറഞ്ഞത്. കണ്ണടച്ച് ധ്യാനിച്ച് ഓം എന്ന് പറയുമ്പോൾ അതിൽ രാധാകൃഷ്ണ ആരാധനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെ. പക്ഷെ ജപിക്കുന്നവർക്ക് അത് അറിയത്തില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഓം ജപിച്ച് നമ്മൾ പല സിദ്ധികൾ നമുക്ക് ലഭിക്കും. പ്രാണവായുവിനെയും ഓമുമായിട്ട് കണക്ട് ചെയ്ത്, എന്നിട്ട് അതെല്ലാം പരമോന്നത ഈശ്വരനെ നമ്മൾ ആരാധിച്ചുകൊണ്ട്. ഇതൊന്നും പറയാൻ പാടില്ല ആക്ച്വലി.
ഇതൊക്കെ ടോപ്പ് സീക്രട്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഓമായിട്ട് തന്നെ ആൾക്കാർ ജപിക്കട്ടെ. അത് ഭഗവാനും ഭഗവതിയായിട്ടുള്ള കണക്ഷൻ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, അന്നേരം ഭഗവാൻ, ആ എല്ലാത്തിൻ്റെ ഉദ്ഭവമായിട്ടുള്ള ആ ഭഗവാൻ പല പല രൂപങ്ങളെടുത്ത് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോവുകയാണെന്നുള്ളതാണ്. അന്നേരം അതിലൊരു രൂപമാണ് സദാശിവ രൂപം. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ബലരാമസ്വാമി വരുന്നു, ബലരാമസ്വാമിയിൽ നിന്ന് പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, സംകർഷണൻ, 4 വിഷ്ണു രൂപങ്ങൾ എടുക്കുകയാണ്. അതൊരു പർപ്പസ് ഉണ്ട്. അവിടെ വൈകുണ്ഠത്തിൽ പല പല രൂപങ്ങൾ ഭഗവാൻ എടുക്കുന്നു. എന്നിട്ട് ആ സംകർഷനിൽ നിന്ന് നാരായണൻ വരുന്നു. നാരായണിൽ നിന്ന് രണ്ടാമത്തെ പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, സംകർഷണൻ. എന്നിട്ട് ആ രണ്ടാമത്തെ സംഘർഷനെ മഹാസംഘർഷൻ എന്ന് വിളിക്കും. ആ മഹാസംഘർഷനിൽ നിന്ന് 2 പേര് വരും. ഒന്ന് കാരണോദകശായി വിഷ്ണു, കാരണജലത്തിൽ ശയിക്കുന്ന വിഷ്ണു. ഇനി രണ്ടാമത് സദാശിവൻ. മനസ്സിലായില്ലേ? അന്നേരം ഈ കാരണോദശായി വിഷ്ണുവും സദാശിവനും, ഈ സദാശിവനിൽ നിന്നാണ് എല്ലാ രുദ്രന്മാരും വരുന്നത്. ഈ സദാശിവൻ പ്രകൃതിയെ സ്പർശിക്കുമ്പോൾ ശംഭു ആയിട്ട് മാറും. നമ്മൾ മഹാദേവനെ ശംഭോ എന്ന് വിളിക്കാറില്ല. ശംഭോ ശംഭോ ശംഭോ. അന്നേരം ആ ശംഭോ അത് സദാശിവന്റെ അടുത്തൊരു രൂപമാണ്. അന്നേരം സദാശിവൻ എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയുന്നു വിഷ്ണു രൂപത്തിലാണെന്ന് പറയുന്നു, ചതുർബാഹു രൂപമാണ്. പക്ഷെ ആ സദാശിവൻ ശിവരൂപത്തിൽ, സദാശിവൻ ശംഭുവായിട്ട് മാറുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന ആ മഹാദേവന്റെ രൂപം വരുന്നത്. എന്നിട്ട് ആ മഹാദേവനിൽ നിന്നാണ് ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും 11 രുദ്രന്മാരൊക്കെ ഉണ്ട്. 11 കൂടുതലുള്ള രുദ്രന്മാരും ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം മഹാദേവന്റെ വിസ്തരണങ്ങളാണ്. അന്നേരം കാരണോദകശായ വിഷ്ണുവും സദാശിവനും ഇവർ 2 പേരും വരുന്നത് മഹാസംഘർഷനിൽ നിന്നാണ്. ഇതെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആചാര്യന്മാർ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അത് സൃഷ്ടിയുടെ ആ ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് ശിവതത്വത്തെ ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ കാരണജലത്തിൽ ശയിക്കുന്ന വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം ഡയറക്റ്റ്ലി ബ്രഹ്മദേവന്റെ പുരികത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് പറയുന്നത് മഹാദേവൻ. പക്ഷെ അതിനു മുമ്പേ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ കണക്ഷൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. വാസ്റ്റ് ആണെങ്കിലും ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആ ഭാഗവതം പഠിക്കണം. പക്ഷെ എവിടുന്നാണ് ആർക്ക് സമയം? ചുമ്മാ ഇപ്പോൾ എന്തോ പറയുന്നത് 12 സ്കന്ധങ്ങൾ ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞ പോലെ പാരായണം ചെയ്യുക. ആചാര്യനെ, ഭാഗവത ആചാര്യൻ. ഇനി ഒരു 10-20 അമ്പലങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭാഗവത ഹംസം. എങ്ങനെങ്കിലും ഒരു 100 അമ്പലം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാഗവത ഹംസമായി. നാരായണ തുടർച്ചയായിട്ട് പാരായണം ചെയ്യുക. അന്നേരം ഒരു 10-20 പ്രാവശ്യം ഈ ഒരു കൊച്ചുകുട്ടി വരെ കുറേ കവിതകൾ പഠിക്കാൻ ഞാൻ കവിത കാണാപ്പാഠം പഠിക്കാൻ പറ്റും. അതേപോലെ ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിക്കും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ കടിച്ചാൽ പൊട്ടാതെ കുറച്ച് ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന അങ്ങ് തട്ടിവിടുക, കുമ്പിടിയെ പോലെ. ഗ്ലാനിർഭവതി ഭാരത, തുളസീദാസായ. പക്ഷെ ഒരു കാര്യമുണ്ട്, മുന്നിലുള്ള വ്യക്തിയെ അവർക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും നമുക്കറിയാലോ നമ്മൾ ആരാണെന്ന്. അതെങ്കിലും ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൂടെ? നമ്മൾ ഈ വെയിറ്റും പിടിച്ചിരിക്കുന്ന ഭയങ്കര ഭാഗവതാചാര്യനായിട്ട്, പക്ഷെ ഉള്ളിൽ നമുക്കറിയാലോ നമ്മൾ എത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ആത്മാർത്ഥത കാണിച്ചൂടെ? എന്തായാലും ഭാഗവതാചാര്യനായി ഒന്ന് ഭാഗവതം ഇരുന്ന് പഠിച്ചൂടെ? പ്രഭുപാജിയുടെ ഭാഗവതം 12 സ്കന്ധങ്ങളുണ്ട്, വിശദമായിട്ട് ഇന്ന് പഠിക്കൂ. എന്തായാലും ഇറങ്ങി ഇനി അങ്ങ് കുളിച്ചങ്ങ് കയറിക്കൂടെ? ഒരു സ്കന്ധം പഠിച്ചാൽ മതി. പ്രഭുപാജിയുടെ ഒരു സ്കന്ധം പഠിച്ചാൽ മതി. എനിക്കറിയാവുന്ന പല ആചാര്യന്മാരും ഉണ്ട്, അവർ ഭാഗവതം പ്രഭുപാജിയുടെ വായിക്കാറുണ്ട്. ഭയങ്കര ഡീപ്പ് കേട്ടോ. എന്തിനേറെ പറയുന്നു, ഗുരുവായൂരിലെ തന്ത്രി പറയും. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, പ്രഭുപാജിയുടെ 11ാമത്തെ സ്കന്ധം സൂപ്പറാണെന്ന് പറഞ്ഞു. ആള് പറഞ്ഞു പല ആൾക്കാരുടെയും വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തന്ത്രി പറഞ്ഞു, ഞാൻ വിശദമായിട്ട് അത് എപ്പോഴും പഠിക്കാറുണ്ട്. 11ാമത്തെ സ്കന്ധം ഉദ്ധവഗീത.
അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കാരണം ബാക്കിയെല്ലാം ഒരുവിധം ഒപ്പിച്ചെടുക്കാൻ പറ്റും, കഥകളുടെ ഇതൊക്കെ വെച്ച്. പക്ഷെ 11ാമത്തെ സ്കന്ധമാണ് ഡീപ് തത്വം. അവിടെ എത്തുമ്പോൾ കുഴയും എല്ലാവരും. 5ാമത്തെ സ്കന്ധവും അതേപോലെ വേദിക് കോസ്മോളജിയൊക്കെ എത്തുമ്പോൾ അവിടെ നന്നായിട്ട് കുഴയും. അവിടെ ആകുമ്പോൾ അടിക്കാൻ തുടങ്ങും എല്ലാവരും. അന്നേരത്തേക്ക് ഉടനെ നമ്മള് ഈ ഇതില്ലേ നമ്മുടെ MG ശ്രീകുമാരേട്ടൻ പറഞ്ഞ ഇത്, ഈ ചില ഈ ഉത്സവത്തിലൊക്കെ ആൾക്കാർ ഹരി മുരളീരവം ഇത് പാടിയിട്ട് രാധേ നിന്നെ തേടി എന്ന് പറഞ്ഞ് ദാസേട്ടൻ കുറെ നീട്ടുമല്ലോ. അന്നേരത്തേക്ക് അറിയാം. അന്നേരം നിന്നെ തേടി എന്നുള്ള ആ ഭാഗം വരുമ്പോ പാട്ടുകാരെന്ത് കുട്ടികളെ അവിടെ ഒന്ന് മാറി കേട്ടോ, വെറുതെ പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കംപ്ലീറ്റ്. അന്നേരം അതേപോലെ നമ്മുടെ ഈ പ്രധാന ഭാഗമൊക്കെ വരുമ്പോ അതങ്ങ് സ്കിപ്പ് ചെയ്യോ, അങ്ങ് ഓവർ റൈഡ് ചെയ്ത് അതിനെ അങ്ങ് ഒപ്പിച്ച. പിന്നെ കേൾക്കുന്നവർക്ക് അങ്ങ് ഭയങ്കര പരീക്ഷത്തിനെ പോലെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ആചാര്യ പറയും ആരെയും കേൾപ്പിക്കാൻ. അതുകൊണ്ട് ഉണ്ണിക്കണ്ണേ വെണ്ണ മോഷ്ടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടോ നോക്കി ആർക്കോ വേണ്ടി എന്തൊക്കെ കളിയാക്കുമല്ല കേട്ടോ ദൈവം, അങ്ങനൊന്നും വിചാരിക്കുന്നു. അന്നേരത്തേക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് പറയുന്നവർക്കും ഒരു രസമില്ല, കേൾക്കുന്നവർക്കും ഒരു രസമില്ല. ഭഗവാൻ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നു. അന്നേരം ഭഗവാനോട് ബാക്കിയുള്ള ദേവന്മാർ ഭഗവാൻ എവിടെ സപ്താഹം എനിക്ക് സപ്താഹമായിട്ട് തോന്നിയില്ല. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് പൂന്താനം നമ്പൂതിരിപ്പാട് ഭാഗവതം പറയുമ്പോ എന്തുവാ നാരായണ, സാക്ഷാൽ മഹാദേവൻ പോലും വരും എന്നുള്ളതാണ്. അതായത് പൂന്താനം നമ്പൂതിരിപ്പാട് ഒരു നമ്പൂതിരിയുടെ വീട്ടിലെത്തിയപ്പോൾ, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല കാരണം ഒരു സർപ്രൈസ് ഉണ്ട്. കാരണം പൂന്താനം നമ്പൂതിരിപ്പാട് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള നമ്പൂതിരിമാരൊക്കെ താഴ്ന്ന നമ്പൂതിരി ഇവനെ നിന്ന് കേൾക്കണം ഭാഗവതം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവിടെ ഇത്രയും വലിയ വേദ പണ്ഡിതന്മാരുള്ളപ്പോ ഇദ്ദേഹമാണ് ഭാഗവതം പറയുന്നത്, ഈ തിരുമേനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരം എല്ലാവരും പറഞ്ഞു ഭാഗവതം തുടങ്ങുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയായിരുന്നു അവിടെ. പക്ഷെ പൂന്താനം അങ്ങോട്ട് ഭാഗവതം തുടങ്ങി. ഹരേ കൃഷ്ണ. ഏറ്റവും പൂന്താനത്തിനെ വെറുത്തിരിക്കുന്ന ആൾക്കാർ പോലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ കാണുകയാണെന്നുള്ളത്. ആ ഭാഗവതം കഴിഞ്ഞപ്പോ എല്ലാവരും കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് ഉറക്കെ വിളിച്ചു പോകുന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം. അവിടെ എല്ലാവരും ഉണ്ണിക്കണ്ണനെ കാണുകയാണെന്നുള്ളതാണ്. എല്ലാവരും, അതായത് ഉണ്ണിക്കണ്ണൻ ഓടി കളിക്കുന്നതായിട്ടും ചാടി കളിക്കുന്നതായിട്ടും എല്ലാവരും കണ്ടു എന്നുള്ളതാണ്. അതായത് ആ പൂന്താനം പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഭഗവാനെ ഇങ്ങനെ കൺമുന്നിൽ കാണാൻ പറ്റുക. അതായത് അത് വലിയൊരു വിജയമാണ്. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾക്കാരെ പോലും അവരെ കീഴടക്കുക, അവരുടെ ഹൃദയത്തെയും കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് ഈസിയല്ല. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ഭാഗവതം അങ്ങനെയാണ്. ഇത് പല പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ ഗുരുവായൂരിലൂടെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് പല ആൾക്കാരും ഭാഗവതം എടുത്തോണ്ടിരിക്കുമ്പം ഒരു പുച്ഛിച്ചൊരു ചിരിയുണ്ട് ഭാഗവതം. പിന്നെ പല ആൾക്കാരും പൂന്താനത്തെ അയ്യോ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഉടനെ എഴുതുന്നത് സംസ്കൃതം ഒന്നും അധികം അറിയാത്ത പാവം ബ്രാഹ്മണൻ. ഇവിടുന്ന് ആ മഹാപണ്ഡിതനാണ് പൂന്താനം. ദേവിയത് അങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും അറിയാതെയാണോ ആൾ ഇത്രയും തത്വങ്ങളുള്ള ജ്ഞാനപ്പാന എഴുതിയത്? അദ്ദേഹം ജ്ഞാനപ്പാന എഴുതിയത് നമുക്ക് വേണ്ടിയാണ്. അതായത് ഒരു PhD ലെവൽ പഠിച്ച ആൾക്കാർ പോലും 1ാം ക്ലാസ്സിൽ ചിലപ്പം പഠിപ്പിക്കാൻ വന്ന അതിന്റെ അർത്ഥം അവർ 1ാം ക്ലാസ്സിലായെന്നല്ല. പൂന്താനം ആരാണ് സംഭവം? എൻ്റെ അമ്മ നാരായണ വളരെ മഹാപണ്ഡിതനാണ്, ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അന്നേരം ശ്രീമദ് ഭാഗവതം ആർക്കാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? ഇത്രയും വ്യക്തമായിട്ട് ജംബൂ ദ്വീപിനെ കുറിച്ചും ഭാരതവർഷം ഭാരതഖണ്ഡം എന്ന് പറഞ്ഞ് ആര് പറഞ്ഞിട്ടുണ്ട്? മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാടിനെ പോലെ പാണ്ഡിത്യമുണ്ട് പൂന്താനം നമ്പൂതിരിപ്പാട്.
പക്ഷെ മേൽപ്പത്തൂർ ആ പാണ്ഡിത്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തോന്നി പൂന്താനത്തിന് പാണ്ഡിത്യമില്ല. അത് അവര് തമ്മിലുള്ള ഒരു പ്രത്യേക രസമാണ്. അതായത് നമ്മൾ ഭഗവാന്റെ ഭാര്യമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ രുക്മിണി ദേവിക്ക് ഒരു സ്വഭാവം, സത്യഭാമ ദേവിക്ക് ഒരു സ്വഭാവമാണ്. സത്യഭാമ ദേവി ഭഗവാൻ ഇങ്ങനെ പിടിച്ചു വെക്കും. അതില് അങ്ങനെയാണ് സത്യഭാമ ദേവിയുടെ സ്നേഹം വ്യക്തമാക്കുന്നത്. പക്ഷെ രുക്മിണി ദേവി സൗമ്യതയോടുകൂടി ഭഗവാനെ സ്നേഹിക്കുന്നു. രണ്ടും രണ്ട് ഭാവമാണ്. അതേപോലെ മേൽപ്പത്തൂരിൻ്റെതായിട്ടുള്ള ഒരു ഭാവമുണ്ട്. അത് ഭഗവാന് ഇഷ്ടമാണ്. അത് നമ്പൂതിരിയുടേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ധാർഷ്ട്യം, അഹങ്കാരം, അതും ഭഗവാൻ ഇഷ്ടമാണ്. കാരണം അത്രയും പണ്ഡിതനാണ്. അതിലെന്താ തെറ്റ്? കാരണം അങ്ങനെ കുറെ നമ്പൂതിരിമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അന്നേരം ഇത് പോലീസുകാരൊക്കെ ഇല്ലേ, പോലീസുകാരാണ് ഇതോടാ എന്തോടാണ് ഇങ്ങനെയൊക്കെ ഒരു പേടിയില്ല. അതേപോലെയാണ് നമ്പൂതിരി ഇന്ന് മേൽപ്പത്തൂർ. അന്നേരം ആ മേൽപ്പത്തൂർ പറയുന്ന നാരായണീയം വാക്കുകളൊക്കെ എല്ലാവരും ആ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയാണ്. അന്നേരം ഇത് ഭഗവാന്റെ പ്രീച്ചിങ് ആണ്. ഇത് ഓരോരോ ക്ലാസ് റൂമുകളാണ്. അന്നേരം മേൽപ്പത്തൂരിൻ്റെതായിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട്. ഇനി പൂന്താനത്തിന്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും നമ്മളെ പോലുള്ള സാധാരണ വ്യക്തികൾക്ക് വേണ്ടി പൂന്താനം നമ്പൂതിരിപ്പാട് കാരുണ്യപൂർവ്വം അതിരസകരമായിട്ട് എഴുതിയിരിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു വന്നു ശംഭു. അന്നേരം ഭാഗവതം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആരെയും കളിയാക്കുന്നില്ല. ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് വളരെ ഉത്തമമാണ്, വളരെ ഉത്തമമാണ്. അതിലൊരു നല്ലതാണ് എന്നേ ഞാൻ പറയും. പക്ഷെ എന്നാലും തേനെന്ന് പറഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് പോണേ. ഈ ബോട്ടിൽ നക്കിക്കൊണ്ട് കാര്യമില്ല. തേൻ്റെ ആ ബോട്ടിൽ ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കിയിട്ട് നല്ല നിറമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബോട്ടിൽ എടുത്തിട്ട് ആ നക്കി അതല്ലേ വേണ്ടത്. അതേപോലെ ഭാഗവതം അങ്ങോട്ട് ആസ്വദിക്കണം. ഭാഗവത ലീലകളിലേക്ക്, തത്വത്തിലേക്കോട്ട് അങ്ങോട്ട് ഇറങ്ങണം. ഭാഗവതമാകുന്ന സമുദ്രത്തിലെ ജലം ഉപ്പ് രസമുള്ളതാണ്. പക്ഷെ ഇത് മധുരമായിട്ടുള്ള ജലമാണ്. നല്ല മധുരമുള്ള കരിമ്പിനെക്കാട്ടിയും മധുരമുള്ള ഭാഗവത രസം, ഭക്തരുടെ ലീലകൾ, അതിലോട്ട് നമ്മളങ്ങ് മുങ്ങണം. മുങ്ങിയില്ല എങ്കിൽ നമ്മൾ പലയിടത്തും മുങ്ങേണ്ടി വരും. സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കേണ്ടി വരും. അന്നേരം നമ്മൾ ഇതിലങ്ങ് മുങ്ങിക്കിടക്കുക. അന്നേരം നമ്മുടെ തുക്കാറാം മഹാരാജിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ആ ഭക്തിരസത്തിൽ മുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നും അറിയുന്നില്ല. അല്ലെ, പുറത്ത് നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് അകത്ത് AC റൂമിൽ ഇരിക്കുമ്പോൾ പുറത്തെ ചൂട് നമ്മൾ അറിയത്തില്ലല്ലോ. അതേപോലെ ഈ കലിയുഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അതേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല കലിയുഗത്തിൽ. വളരെ ഡേഞ്ചർ ലോകമാണെന്നല്ല. നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് ആത്മാർത്ഥത കാണത്തില്ല. ആർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു അവർക്ക് തിരിച്ചു ഒരു താല്പര്യം കാണത്തില്ല നമ്മളോട്. അന്നേരം ഇതൊക്കെ നമ്മൾ എങ്ങനെ താങ്ങാൻ പറ്റും നമുക്ക്? അല്ലേ, ആർക്കും നമ്മൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നും ആർക്കും അറിയാൻ പോലും താല്പര്യമില്ല. ചോദിക്കും എപ്പോഴാ അബദ്ധവശാൽ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്, അതുവരെ ചോദിക്കത്തില്ല. ഞണ്ടിന്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ഞണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ അപ്പം കാലെ പിടിച്ചിടും. അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ കഴിച്ചോ ജീവിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിക്കത്തില്ല. ആ രക്ഷപ്പെടാൻ നോക്കുമ്പോഴായിരിക്കും സ്നേഹം അങ്ങോട്ട് വരുന്നത്. അയ്യോ എൻ്റെ മോനല്ലേ, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞ്, എൻ്റെ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹമൊക്കെ ഇങ്ങനെ ഒഴുകി വരും എന്നുള്ളതാണ്. കാരണം രക്ഷപ്പെട്ടാലോ, അബദ്ധവശാൽ രക്ഷപ്പെട്ടാലോ, ഞാനിവിടെ ദുരിതം അനുഭവിക്കുന്ന അവൻ മാത്രം രക്ഷപ്പെടും. അങ്ങനെ കുറെ കൂട്ടങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സദാശിവനും കാരണോദകശായ വിഷ്ണു, ഇവർ രണ്ടുപേരും കൂടെ ഭഗവാന്റെ ഭക്തനായിട്ട് അവതരിക്കുകയാണ്. ഇത് ഒരേ ആളാണെങ്കിൽ പോലും, അതായത് ഭഗവാനും ഭഗവാന്റെ വിഷ്ണു രൂപങ്ങളും മഹാദേവനും എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതാണെങ്കിലും അതിന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു, ഉദാഹരണം, ഒരേ ദീപത്തിൽ നിന്നും പല പല ദീപങ്ങൾ നമുക്ക് കത്തിക്കാൻ പറ്റും. അല്ലെ, ഒരേ ദീപത്തിൽ നിന്ന് തന്നെ അഗ്നി എടുത്തിട്ട് പല പല ദീപങ്ങൾ തെളിയിക്കാൻ പറ്റും. പക്ഷെ ഒറിജിനൽ അഗ്നി ഒറിജിനലായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ട് ഗുരുവായൂരപ്പൻ, പിന്നെ ശ്രീമതി രാധാറാണി, ഇവർ രണ്ടുപേരുമാണ് പരമസത്യം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നില്ലേ, സത്യം പരം ധീമഹി
ആ പരം സത്യമാണ് ശ്രീ രാധാകൃഷ്ണ. നിരപേക്ഷ സത്യം എന്നൊക്കെ ചില വാക്കുകൾ നമ്മൾ കേൾക്കാറില്ല. നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ ആ സത്യം സത്യമായി നിലനിൽക്കാൻ വേറൊന്നിനെ ആശ്രയിക്കുന്നില്ല. നമ്മൾ നിരപേക്ഷ സത്യമല്ല, നമ്മൾ താൽക്കാലിക സത്യമാണ്. അതായത് എൻ്റെ പേര്, എൻ്റെ ഈ ശരീരം, ഇതെല്ലാം സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മുതൽ ഇതുവരെ അത്രയാണ് ഈ ശരീരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സത്യമല്ല. ഈ ശരീരം, ഈ പേരും ഉപാധികളും ഒന്നും സത്യമല്ല. ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു സത്യമുണ്ട്. അതാണ് ഇതിനകത്തിരിക്കുന്ന ആത്മാവ്. അതായത് പരമസത്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത രൂപമായ ശ്രീമതി രാധാറാണി, പിന്നെ ഭഗവാന്റെ സൃഷ്ടി മൊത്തം. ഇതാണ് പരമസത്യം. മനസ്സിലായില്ല? അങ്ങനെ ആ പരമസത്യമായ ഭഗവാനും ഭഗവതിയും, ഗുരുവായൂരപ്പനും ശ്രീമതി രാധാദേവിയും, അന്നേരം ബാക്കി വരുന്ന ഭഗവാനിൽ നിന്നുള്ള എല്ലാ വിസ്തരണങ്ങൾക്കും, എല്ലാ രൂപങ്ങൾക്കും ഭഗവാനോട് ദാസ്യഭാവമാണ്. ഭഗവാന്റെ ഒരു സേവകർ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ ലക്ഷ്മി ദേവിക്കും രാധാറാണിയോട് ഒരു ദാസിഭാവമാണ്. അതായത് ലക്ഷ്മി ദേവി എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ രാധാദേവിയുടെ ദാസിയാണെന്നുള്ളതാണ്. അന്നേരം അതേപോലെ എല്ലാ ദേവി സ്വരൂപങ്ങളും, അതായത് രാധാദേവി ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓരോ ദേവിമാരെ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും നിരാധരിക്കരുത്, ഒരിക്കലും അവഗണിക്കരുത്. എല്ലാ ദേവി സ്വരൂപങ്ങളും നമ്മുടെ അമ്മയാണ്. എല്ലാ ദേവന്മാരും നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്താണ്. പക്ഷേ അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണനെയും രാധാദേവിയും ആരാധിക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാർക്കും നമ്മളോട് വളരെ സന്തോഷമാണ്. കാരണം എന്താണോ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നമ്മളോട് ദേഷ്യമോ വിഷമോ ഒന്നും ഉണ്ടാവത്തില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ഭക്തരോട് പറയുന്നത്, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറ്റും. ആ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ദേവന് വലിയ ഇഷ്ടമാണ്. അത് ഏത് ദേവനാണെങ്കിലും ശരി, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഹരേ കൃഷ്ണ മന്ത്രത്തിൽ ഞാൻ ഓംകാരം എന്ന് പറഞ്ഞതുപോലെ ഓംകാരത്തിന്റെ പരമോന്നത രൂപമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതിന്റെ പരിപൂർണ രൂപമാണ് ഹരേ കൃഷ്ണ മന്ത്രം. അന്നേരം ഓംകാരം ജപിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ നമുക്ക് ലഭിക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ. ഒരു ജന്മം മുഴുവൻ ഓം ജപിക്കുന്നതും ഓംകാരം ജപിക്കുന്നതും ഒരു ദിവസത്തെ 16 മാല ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ജന്മം മുഴുവൻ നമ്മൾ ഓംകാരം ജപിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 മാല ജപിക്കുന്ന ഒരേപോലെയാണ്. ഒന്നാലോചിച്ചു. അന്നേരം എന്തുമാത്രം പവറായിരിക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ആ പരമോന്നതനായിട്ടുള്ള ആദി പുരുഷനായിട്ടുള്ള പരമോന്നതനായിട്ടുള്ള ആ ഭഗവാനും ഭഗവതിയും ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. അന്നേരം രാധാറാണി ആ സമയത്ത് 2 രീതിയിൽ അവതരിക്കും. ഒന്ന്, ഭഗവാൻ കൃഷ്ണന്റെ ഉള്ളിലോട്ടും പ്രവേശിക്കും. കാരണം രാധാറാണിയുടെ ഭാവമായിട്ട് വ്യത്യാസമില്ല. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ പാദചിഹ്നങ്ങൾ മാത്രമല്ല നമുക്ക് കാണുന്നത്, രാധാറാണിയുടെ പാദചിഹ്നങ്ങളും കാണാൻ പറ്റും. 2 ചിഹ്നങ്ങളും നമുക്ക് മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ കാണാൻ പറ്റും. അന്നേരം നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചു എന്നാണ്. ഒരു ഭക്തൻ ചോദിക്കുന്നു, ആത്മാവിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഭഗവാന്റെ അംശമാണ്, ഭഗവാനിൽ നിന്നാണ് നമ്മൾ വരുന്നത്. സൃഷ്ടി എന്നൊരു സംഭവം ഇല്ല. കാരണം നമ്മൾ എന്നെന്നും ഭഗവാന്റെ അംശങ്ങളാണ്. ശരീരത്തിന് തുടക്കവും അന്ത്യവും ഉണ്ട്, ആത്മാവിന് തുടക്കവും ഇല്ല അന്ത്യവും ഇല്ല. അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. മനസ്സിലായില്ലേ? സൂര്യനും സൂര്യരശ്മിയും പോലെ നമ്മൾ എന്നും ഭഗവാന്റെ അംശമാണ്. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, അന്നേരം ഭഗവാന്റെ നിന്ന് വരുന്ന എല്ലാ വിസ്തരണങ്ങൾക്കും ഭഗവാനോടൊരു ദാസ്യഭാവമാണ്. അന്നേരം ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ ഭക്തനായിട്ട് വരുന്ന സമയത്ത് ശ്രീമതി രാധാദേവിയും ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു, ഗൗരാംഗ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാ കൃഷ്ണ നാഹി അന്യ എന്നാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ
രാധാകൃഷ്ണൻ ഒന്നാണ്. രണ്ടുപേരും കൂടെ ഒന്നിച്ച ഉള്ള രൂപമാണ് ചൈതന്യ മഹാപ്രഭു. അതായത് ഒരു ഭഗവാൻ രണ്ടായി, എന്നിട്ട് അതേ ഭഗവാൻ വീണ്ടും ഒന്നായി. അതായത് ഭഗവാൻ ഒന്നായിരുന്നു, ആ ഭഗവാൻ രണ്ട് രൂപം എടുത്തു. അതായിരുന്നു രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും. എന്നിട്ട് ആ രണ്ട് ഭഗവാന്മാര്, ഭഗവാൻ എന്ന് തന്നെ പറയുന്നു. കാരണം എന്താ, ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെക്കാട്ടിയും താഴ്ന്നു, ഭഗവാന്റെ ശക്തി അല്ല, ഭഗവാൻ തന്നെ. സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമ്മൾ എങ്ങനെ കാണുന്നു അതേപോലെ രാധാദേവിയും കാണണം. പക്ഷെ രണ്ടുപേരുടെയും ഭാവം വ്യത്യാസമാണ്. ഭഗവാൻ പ്രിയതമനും ഭഗവതി ആ ഭഗവാന്റെ പ്രിയതമയായിട്ട് ഇരിക്കുകയാണ്. ഒരേ ആൾ തന്നെയാണ്. എന്നിട്ട് ഈ രണ്ടു പേരും തന്നെ വീണ്ടും ഒന്നാവുകയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു കീ ജയ. സച്ചിനന്ദന ഗൗരഹരി, ജയ സച്ചിനന്ദന ഗൗരഹരി, ജയ സച്ചിനന്ദന ഗൗരഹരി, ഗൗരാ ഗൗരാ ഗൗരഹരി, ഗൗരാ ഗൗരാ ഗൗരഹരി, ജയ സച്ചിനന്ദന ഗൗരഹരി, ജയ സച്ചിനന്ദന ഗൗരഹരി, ഗൗരാ 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 ഗൗരാ. എല്ലാരും കമന്റ്സിൽ ടൈപ്പ് ചെയ്യൂ, ജയ സച്ചിനന്ദൻ ഗൗരഹരി, ഗൗരാ ഗൗരാ നിതായ് ഗൗരാ. അന്നേരം ഭഗവാൻ കൃഷ്ണൻ എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ രാധാറാണി ആദ്യമായിട്ടാണ് ഒരു അവതാരം എടുക്കുന്നത്. രാധാറാണി അവതാരം എടുക്കുന്ന ആദ്യമായിട്ടാണ്. അന്നേരം നമുക്ക് വേണമെങ്കിൽ പറയാം രാധാറാണിയുടെ ആദ്യത്തെ അവതാരമാണെന്ന്. ആര്? ചൈതന്യ മഹാപ്രഭു. കാരണം രാധാറാണിയും കൂടെ കയറുകയാണ്. പിന്നെ ഇതേ രാധാറാണി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാധാറാണി ചൈതന്യ മഹാപ്രഭുവിന്റെ ഉള്ളിലും പ്രവേശിച്ചു, എന്നിട്ട് ഗൗരാംഗ മഹാപ്രഭുവായിട്ട് വന്നു. പക്ഷെ ഇതേ രാധാറാണി തന്നെ ഗദാധർ പണ്ഡിതായിട്ടും വരുന്നുണ്ട്. പക്ഷേ രാധാറാണിയുടെ കംപ്ലീറ്റ് ഭാവം ചൈതന്യ മഹാപ്രഭുവിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് ഗദാധർ പണ്ഡിതായിട്ട് രാധാറാണി വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഭക്തിഭാവങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ഭക്തിഭാവം ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. വളരെ ഭക്തിഭാവം പ്രകടിപ്പിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ആ ഭക്തിയുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല. അതായത് ചൈതന്യ മഹാപ്രഭു കാണിക്കുന്ന ഭക്തിയുടെ ലക്ഷണങ്ങൾ ഗദാധർ പണ്ഡിത് കാണിച്ചു കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മഹാപ്രഭു തോറ്റുപോകും. കാരണം എന്താ, ഒറിജിനൽ ഇതാണ്. ഒറിജിനൽ രാധാറാണി ഗദാധർ പണ്ഡിതാണ് അല്ലേ? അന്നേരം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയായിട്ട് ഭാവത്തിൽ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം ഗദാധർ പണ്ഡിത് ഭക്തിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മഹാപ്രഭു തോറ്റുപോകും. അതുകൊണ്ട് ഗദാധർ പണ്ഡിത് ഭക്തി വികാരങ്ങളെയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും മഹാപ്രഭു ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം ഗദാധർ പണ്ഡിത് എന്നും ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്യും. ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴും കണ്ണീന്നിങ്ങനെ കണ്ണീര് വന്ന് വന്ന് ഭാഗവതത്തിലെ അക്ഷരങ്ങൾ കാണാതെ എത്തുന്നു, എല്ലാം മാഞ്ഞു പോയിരുന്നു. അന്നേരം ഒരു ഗോസ്വാമി, മോനോർമ്മയുണ്ടോ ആരാന്ന്? ഞാൻ മറന്നു പോന്നു ആരാന്ന്. ഒരു ആചാര്യൻ അവിടെ ശിക്ഷണങ്ങൾ സ്വീകരിക്കാൻ, നരോത്തം ദാസ് ഠാക്കൂറാണോ? അല്ല, ഓർമ്മ വരുന്നില്ല, ക്ഷമിക്കണം. അന്നേരം ഒരു ആചാര്യൻ അവിടെ ചെല്ലും ഗദാധർ പണ്ഡിതിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാനായിട്ട്. അന്നേരം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും, അയ്യോ ഞാൻ നിനക്ക് ഭാഗവതം പഠിപ്പിച്ചു തരാം, പക്ഷേ ഭാഗവതത്തിലെ അക്ഷരങ്ങളൊന്നും കാണാനില്ലെന്ന്. കാരണം ഭാഗവതം വായിക്കുമ്പോൾ എന്ത് പറ്റും? ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് കണ്ണീര് വന്ന അക്ഷരങ്ങളെല്ലാം മാഞ്ഞു. ഭാഗവതം ശ്ലോകങ്ങളൊന്നും ഇല്ല ഇപ്പം. അന്നേരം നീ പുതിയതായിട്ടൊരു കോപ്പി റെഡിയാക്കി കൊണ്ടുവരാൻ പറയും. അന്നേരം ഇദ്ദേഹം നമ്മുടെ പരമ്പരയിൽ ഒരു ആചാര്യനാണ്, ഞാൻ ക്ഷമിക്കണം, അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അന്നേരം ആ ഗ്രന്ഥം കൊണ്ടുപോയി പുതിയ ഭാഗം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ഗദാധർ പണ്ഡിത് അപ്രത്യക്ഷം.
ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, രാധാറാണി 2 അവതാരം എടുക്കുകയാണ്. ഒന്ന് മഹാപ്രഭുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, അതേ സമയത്ത് ഗദാധർ പണ്ഡിതായിട്ടും വരികയാണ്. പിന്നെ ഗുരുവായൂരപ്പൻ നമ്മുടെ അടിപൊളി ഭഗവാൻ, അദ്ദേഹം തന്നെ ഗൗരാംഗ മഹാപ്രഭുവായിട്ടിരിക്കുക. അന്നേരം ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണഭഗവാനും ഒന്നിച്ചതാണ് ഗൗരാംഗ മഹാപ്രഭു. അതീവ രസകരമായിട്ടുള്ള അവതാരമാണ്. ആചാര്യന്മാർ പറയുന്ന ഏകദേശം മഹാപ്രഭുവിന് 7 അടി പൊക്കമായിരുന്നു പറഞ്ഞു. അന്നേരം എത്ര ദൂരത്ത് നിന്നും ഭഗവാന്റെ മുഖം കാണാൻ പറ്റുമോ? എത്ര ആൾക്കാരുണ്ട്. എന്നിട്ട് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള കേശവും ഭഗവാന്റെ താമര കണ്ണും പക്ക ഗുരുവായൂരപ്പൻ തന്നെ. നിറമാണെങ്കിൽ സ്വർണ്ണ നിറം. അന്നേരം ആകർഷണം ഇനിയും വർദ്ധിച്ചു എന്നുള്ളത്. അതായത് രാധാറാണിയുടെ അതേ ദേഹകാന്തിയിലാണ് മഹാപ്രഭു വരുന്നത്. അത് കാരണം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ നോക്കിയിരിക്കും. എന്ത് സുന്ദരനടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അത്രയ്ക്ക് സുന്ദരനായിരുന്നു. മഹാസുന്ദരൻ എന്ന് പറഞ്ഞാൽ മഹാസുന്ദരൻ. ഇതേപോലെ ഒരു സുന്ദരൻ ഈ ലോകത്ത് വേറെ ഇല്ല, ഇനി ഉണ്ടാവത്തുമില്ല. അതേപോലെയാണ് ഭഗവാൻ കൃഷ്ണന്റെ രൂപം. അറിയാലോ, ആരെയും മോഹിപ്പിക്കുന്നതാണ്. അന്നേരം ഇത് ഗൗരവർണ്ണത്തിലും കൂടെ വന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര സൗന്ദര്യമായി മഹാപ്രഭുവിന്. അന്നേരം എന്തു പറയുന്നത്, ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ മോഹിച്ചു പോവായിരുന്നു. ആ സൗന്ദര്യം കണ്ടിട്ട് ഭക്തനായിട്ട് മാറുമായിരുന്നു. അന്നേരം മഹാപ്രഭു ഒരാളോട് പറയും, നീ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുക. അങ്ങ് പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്യും. അന്നേരം ആചാര്യന്മാർ പറയുന്നു, മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ ആയുധം മഹാപ്രഭുവിന്റെ സൗന്ദര്യമായിരുന്നു പറയുന്നു. ഭയങ്കര ദേഹകാന്തിയാണ്. അതിനോടൊപ്പം രാധാറാണിയുടെ ആ ദേഹകാന്തിയും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട. കാരണം പൊതുവേ നമ്മൾ കേൾക്കാറില്ലേ, നമ്മൾ ആ നാടകത്തിലും ഇതില് നാരദ മഹർഷി അല്ലേ രാധാറാണിയെ കണ്ടപ്പോൾ പറയുന്നില്ലേ, അതായത് ഈ ലോകത്തുള്ള എല്ലാ സുന്ദരിമാരെയും കണ്ടിട്ടുണ്ട്, ലക്ഷ്മി ദേവിയും കണ്ടിട്ടുണ്ട്, ഭഗവാന്റെ മോഹിനി രൂപം കണ്ടിട്ടുണ്ട്. അതൊന്നും ഭഗവാന്റെ രാധാറാണിന്റെ തൃപ്പാദത്തിന്റെ ഒരു അംശം പോലും അല്ല, ആ നഖത്തിന്റെ ഒരു തിളക്കം പോലും ആയിട്ടില്ലെന്ന് പറയും. അത്രയ്ക്ക് സുന്ദരിയാണ് ശ്രീമതി രാധാറാണി. മഹാസുന്ദരി ശ്രീമതി രാധാറാണിക്ക്. അന്നേരം ആ ഭാവത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ പിന്നെ എന്തുവാ പറയേണ്ടത്? ഒന്നും പറയാനില്ല. അന്നേരം ആ ചൈതന്യ മഹാപ്രഭു ആ രൂപത്തിലിരിക്കുന്നു. ഗദാധർ പണ്ഡിറ്റ് എന്ന് പറയുന്ന സാക്ഷാൽ ശ്രീമതി രാധാറാണി തന്നെ. പിന്നെ രാധാറാണി മഹാപ്രഭുവിന്റെ ഉള്ളിലും പ്രവേശിച്ചിരിക്കുന്നു. അന്നേരം എന്തു പറയുന്നേ, അനിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും വരണമല്ലോ അല്ലേ? എപ്പോഴും ഭഗവാൻ വരുമ്പോൾ, കൃഷ്ണൻ വരുമ്പോൾ ബലരാമസ്വാമി വരണ്ടേ? അന്നേരം അതേ ബലരാമസ്വാമി തന്നെ നിത്യാനന്ദ പ്രഭുവായി. ഹരിവോ നിത്യാനന്ദ പ്രഭു കീ. 10-ാം തീയതി നിത്യാനന്ദ രഹസ്യാണ്, മറന്നുപോലും അടിച്ചു പൊളിക്കണം നമുക്ക്. അന്നേരം ഒരു ഭക്ത പറയുന്ന, ഗുരുവായൂരിൽ വന്നാൽ ഭഗവാനെ ശരിക്ക് കാണാൻ പറ്റും മഹാപ്രഭുവിന്. സത്യം അല്ലേ? ചന്ദനം ചാർത്തിരിക്കുമ്പോൾ പക്ക മഹാപ്രഭുവിന്. ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ ഗൗരാംഗ മഹാപ്രഭുവാണ്. അത് നമ്മുടെ കളപ്പമാണ് ചാർത്തുന്നത് അല്ലേ? മഞ്ഞ നിറത്തിലുള്ള. എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗരാംഗ മഹാപ്രഭുവിനെയാണ്. കൃഷ്ണനെ ആരും കാണുന്നില്ല, എല്ലാരും ഗൗരാംഗ മഹാപ്രഭുവിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൗരാംഗ മഹാപ്രഭു കീ. അന്നേരം ബലരാമസ്വാമി നിത്യാനന്ദ പ്രഭു ആകുന്നു. അന്നേരം മഹാദേവനും വലിയ മോഹം. ഒരു ലീലയിലും എന്നെ പങ്കെടുപ്പിക്കുന്നില്ല. ഗോപികമാരാകുമ്പോഴും എന്നെ എന്തോ കാവൽക്കാരനാക്കി നിർത്തി, എന്നെ മാത്രം ഒന്നിനും കൂട്ടുന്നില്ല. നാരദ മഹർഷിക്ക് എല്ലാത്തിലും എൻട്രി ഉണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ. അന്നേരം അതേ മഹാദേവൻ തന്നെ സദാശിവൻ ആരായിട്ട് വരുന്നു? അദ്വൈതാചാര്യ കീ. അന്നേരം അദ്വൈതാചാര്യ വന്നപ്പോ കലിയുഗം വളരെ ഘോരമായിട്ടുള്ള കലിയുഗമായിരുന്നു. അദ്വൈതാചാര്യൻ 2 ആളാണെന്ന് മനസ്സിലാക്കണം. മഹാവിഷ്ണുവും കൂടെയാണ്, അതേ സമയത്ത് സദാശിവനും കൂടെയാണ്. 2 പേരും കൂടെയാണ്. 2 പേരാണ് ആ അദ്വൈതാചാര്യയുടെ ആധ്യാത്മിക ശരീരത്തിലിരിക്കുന്നത്. ഒരേപോലെ സദാശിവനും മഹാവിഷ്ണുവും ഭഗവാന്റെ ദാസഭാവത്തിലിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പൂർണ്ണത്രേശന്റെ നമുക്ക് അറിയാമല്ലോ. അന്നേരം സന്താന ഗോപാല ലീലയിൽ സാക്ഷാൽ മഹാവിഷ്ണു പോലും കൊതിക്കുകയാണ് പാർത്ഥനെയും പാർത്ഥസാരഥിയും കാണാനായിട്ട്. അതറിയാമല്ലോ എല്ലാവർക്കും, ചരിത്രം അറിയാമല്ലോ. എത്ര പേർക്ക് അറിയാം? അറിയാം സന്താന ഗോപാല ലീല? അറിയത്തില്ലേ? ഭഗവാൻ ഓരോരോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് അറിയാമല്ലോ അല്ലേ? പറയണ്ടല്ലോ. രാധാനാഥ് ഓക്കെ.
അന്നേരം ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഓരോ കുട്ടികൾ ജനിക്കും, ആ കുട്ടികളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അന്നേരം ആ ബ്രാഹ്മണനാണെങ്കിൽ എന്നും വന്ന് ഭഗവാനെ കുറേ വഴക്ക് പറയും. വലിയ ദ്വാരകാനാഥൻ പോലും ഒരു ബ്രാഹ്മണനെ പോലും രക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നും വഴക്ക് പറയും. അന്നേരം ഭഗവാൻ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സ്വാഹ. ഭഗവാൻ അവിടെ ബലരാമസ്വാമി ഒന്ന് നോക്കിയിട്ട് സ്വാഹ. കാരണം ഭഗവാൻ അറിയത് ആരാ മോഷ്ടിച്ചോണ്ട് പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇതിലൊന്നും ഇടപെടാതെ ഭഗവാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ബ്രാഹ്മണൻ വന്ന സമയത്തിന് അവിടെ അർജുനുണ്ടായിരുന്നു. അന്നേരം ഭഗവാനെ കുറ്റം പറഞ്ഞ അർജുൻ മിണ്ടായിരിക്കുക. അത് പറയാം, ബ്രാഹ്മണ എന്താ പ്രശ്നം, നീ മാറിയിക്കട, നീ ആരടാ, ഞാൻ അദ്ദേഹത്തോടാ പറഞ്ഞു. അന്നേരം ഉടനെ അർജുൻ പറയും, ഞാൻ പാർത്ഥനാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല, ദ്വാരകാനാഥനൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെയാണ് പാർത്ഥൻ, ഒന്ന് മാറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പേ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്യും. അപ്പം എനിക്ക് പാവം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭവതിയാണ്, നാളെ കുട്ടി ജനിക്കും. കുട്ടി ജനിക്കുന്നു, അപ്രത്യക്ഷമാകുന്നു. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അവസാനം ഞാൻ പ്രതിജ്ഞ ചെയ്തല്ലോ, ഞാൻ കാവൽ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും നല്ല കഥ പറയുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നോടെ? അടുത്തേക്കടെ ഉറങ്ങുവാണെങ്കിൽ നല്ലൊരു അടി പിടിച്ചു കൊടുക്കുക, സീനിയറിറ്റി ഒന്നും നോക്കണ്ട. അന്നേരത്തേക്ക് എന്തു പറയുന്നേ, അസ്ത്രങ്ങൾ കൊണ്ട് വലിയൊരു കവചമൊക്കെ നിർമ്മിച്ചു. അന്നേരം പിറ്റേന്ന് കുട്ടി ജനിച്ചു, കുട്ടി വീണ്ടും അപ്രത്യക്ഷമായി. അവസാനം പിന്നെ ബ്രാഹ്മണൻ പറഞ്ഞു, എന്തി എൻ്റെ കുട്ടി, നീ അന്വേഷിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ 14 ലോകങ്ങളിലും പാർത്ഥൻ പോയി, യമപുരിയിൽ വരെ പോയി. യമരാജൻ പറഞ്ഞു, ഇവിടെയെങ്കിലും കൊച്ചു വന്നിട്ടില്ലെന്ന്. യമപുരിയില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? എല്ലായിടത്തും അന്വേഷിച്ചു. അവസാനം എങ്ങും കാണാതായപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യടാ. നീയല്ലേ പറഞ്ഞത്, മര്യാദയ്ക്ക് ആത്മഹത്യ ചെയ്യും, അത് കാണുമ്പോഴെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടും. പാവം പാർത്ഥൻ അന്നേരം അഗ്നിയെല്ലാം കൂട്ടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയതും ഒരാൾ വന്ന് കൈ പിടിച്ചു. ഭഗവാൻ എന്താ പരിപാടി? ഭഗവാൻ ചോദിക്കുക, പ്രതിജ്ഞ എടുത്തപ്പോ എന്നോട് ചോദിച്ചില്ല, തീ ചാടുന്നതിന് മുമ്പെങ്കിലും ചോദിച്ചോട്ടെ. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ കുട്ടികളെ കാണാൻ, എനിക്കറിയാം കുട്ടികൾ എവിടെയാണ്, അതാ നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ രഥത്തിൽ കയറി പാർത്ഥസാരഥിയായിട്ടിരുന്നു, അർജുനെ കയറ്റി. എന്നിട്ട് രഥം ഉയർന്ന് ബ്രഹ്മലോകത്തിനും അപ്പുറത്ത് പോയി രഥം. ഹരേ കൃഷ്ണ. എന്നിട്ട് നമ്മുടെ വാമനമൂർത്തി ത്രിലോകങ്ങളും അളക്കാൻ വേണ്ടി, ഉപരിലോകങ്ങൾ അളക്കാൻ വേണ്ടി കാലം കൊണ്ട് ഉയർത്തിയായിരുന്നല്ലോ. അന്നേരം ഭഗവാന്റെ തള്ളവിരൽ കൊണ്ടൊരു സുഷിരമായിട്ടുണ്ട്. ആ സുഷിരത്തിനകത്തൂടെ രഥം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പുറത്ത് നിന്നപ്പോഴത്തേക്ക് അവിടെ വൈകുണ്ഠത്തിലേക്ക് എത്തി, കാരണോദേശായ വിഷ്ണു ഇരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക്. അവിടെ കണ്ടപ്പോൾ പാർത്ഥം അത്ഭുതപ്പെട്ടു, ഇത് ഏത് ലോകമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ചതുർബാഹു രൂപങ്ങളും ഒരുപാട് ദാസന്മാരും ലക്ഷ്മിമാരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു വളരെയധികം സമ്പദ് സമൃദ്ധിയിലിരിക്കുന്ന ലോകം. കാരണം പാർത്ഥൻ 14 ലോകങ്ങളും കണ്ടു, പക്ഷെ വൈകുണ്ഠം ആദ്യമായിട്ട് കാണുകയാണ്. ആകെ ഞെട്ടി കോരിത്തരിച്ചിരിക്കുകയാണ്. എന്നിട്ട് മഹാചക്രവർത്തിയായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണോദേശായ വിഷ്ണു. അന്നേരം ഭഗവാനെ കണ്ട ഉടനെ ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. അന്നേരം പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. കാരണം ഭഗവാനെ കണ്ടിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ വിഷ്ണുദൂതന്മാരെല്ലാരും കൺഫ്യൂസ്ഡ് ആയി പോകും. ഇദ്ദേഹമല്ലേ എല്ലാം. അവര് പിന്നെ വിഷ്ണുവിനെ ഉപേക്ഷിച്ചിട്ട് എല്ലാരും ഇങ്ങോട്ട്. പാർത്ഥനും കൺഫ്യൂസ്ഡ് ആയി പോകും. അന്നേരം ഭഗവാൻ അങ്ങോട്ട് എഴുന്നേക്കാൻ പോവുമായിരുന്നു. അന്നേരത്തേക്ക് ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ വേണ്ടിയാണ് ഞാൻ. അന്നേരം അതിൻ്റെ അർത്ഥം എന്താ? സാക്ഷാൽ വിഷ്ണുവിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ വരുന്നതെങ്കിലും ആ ബ്രഹ്മാണ്ടത്തിനകത്തിരിക്കുന്ന കൃഷ്ണനെ പോലും വിഷ്ണുവിന് കാണാൻ കഴിയില്ല. എന്തുവല്ലേ, എന്തുകൂടെ ഇത്? അതായത് വിഷ്ണുവിന്റെ GPS ഭഗവാനെ കാണാനേ കഴിയില്ല. ദ്വാരകയോ വൃന്ദാവനോ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതേ വിഷ്ണു തന്നെ ബർസാനയിൽ കുന്നായിട്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ ഭഗവാൻ എന്തുമായിരിക്കും? വെരി ഡേഞ്ചറസ് പേഴ്സൺ.
നമ്മുടെ കൂട്ടത്തിൽ കാണുമ്പോൾ പശുക്കളെ മേയിച്ചൊക്കെ നടക്കും, പക്ഷെ ആൾ മഹാ ഡേഞ്ചറസ് ആണ്. ആർക്കും അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. എന്തുവല്ലേ? എല്ലാ ബ്രഹ്മാവിനും തോന്നും ഭഗവാൻ എൻ്റെ ബ്രഹ്മാണ്ടത്തിനകത്താണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഭഗവാൻ ഒരു ബ്രഹ്മാണ്ടത്തിനകത്തും ഇല്ല. ഭഗവാൻ എന്നും ഗോലോകത്താണ്. ഭഗവാന്റെ ലീലകൾ എന്നും ഗോലോകത്താണ്. അവിടെ ഇരുന്നു കൊണ്ട് സൂര്യൻ എങ്ങനെയാണോ ഓരോ സ്ഥലത്ത് ഉദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, അതേപോലെ ഓരോ ബ്രഹ്മാണ്ടത്തിൽ വരുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വൃന്ദാവനം ഇവിടെയല്ല, ആക്ച്വലി നമ്മളിപ്പോൾ അവിടെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അവിടെയോ ഇവിടെയോ, അന്നേരം ആക്ച്വലി നമുക്ക് തോന്നും ഇത് ഇവിടെയാണെന്ന്, ബർസാന. പക്ഷെ ബർസാന ഇവിടെയല്ല, അവിടെയാണ്, ഗോലോകത്താണ്. നമ്മൾ ഗോലോകത്തിനകത്താണ് ഇരിക്കുന്നത് ഇപ്പം. അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ആ അദ്വൈതാചാര്യൻ തന്നെയാണ് കാരണോപദേശ വിഷ്ണുവാണ് ആരായിട്ട് വരുന്നത്? അതായത് ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത അതേ വ്യക്തിയല്ലേ, കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയ അതേ മഹാവിഷ്ണു തന്നെയാണ് അദ്വൈതാചാര്യനായിട്ട് വന്നത്. അന്നേരം അദ്വൈതാചാര്യൻ ഭഗവാന്റെ വലിയ ഭക്തനാണ്, മഹാവിഷ്ണു. അന്നേരം മഹാവിഷ്ണുവിൻ്റെ ഉള്ളിൽ സദാശിവനും കൂടെ ഉണ്ട്. അദ്വൈതാചാര്യക്ക് ഇന്ന് ഉച്ചവരെ നിർജ്ജല കേട്ടോ. അന്നേരം മഹാവിഷ്ണു എന്ന് പറയുന്ന ഭഗവാന്റെ വലിയ ഭക്തനാണ്. ദൈവത്തെ മനസ്സിലാക്കും. പൊതുവെ നാട്ടിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ഭഗവാനെ കാണുന്നു. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് ഇതിനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സംഭവം. അപ്പോൾ ആ മഹാവിഷ്ണുവും സദാശിവനും കൂടെ ചേർന്ന് വന്ന അവതാരമാണ് അദ്വൈതാചാര്യൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു രാധാസമേതനായിട്ട് ഗൗരാംഗ മഹാപ്രഭുവാകുന്നു. എന്നിട്ട് രാധാറാണി വീണ്ടും ഗദാധർ പണ്ഡിതാകുന്നു. അതായത് ഒരേ സമയത്ത് രാധാറാണി 2 അവതാരം എടുക്കുകയാണ്. ഒന്ന് മഹാപ്രഭുവിൻ്റെ ഉള്ളിലും പിന്നെ ഗദാധർ പണ്ഡിതായിട്ടും. എന്നിട്ട് ആ സമയത്ത് ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമി, ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ, അതായത് ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ഒരു കൃഷ്ണൻ വരുന്നു, അത് രാധാറാണിയാകുന്നു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അടുത്തൊരു കൃഷ്ണൻ വരുന്നു, അത് ബലരാമനാകുന്നു. മനസ്സിലായില്ലേ? അതായത് ഒരേ ഭഗവാനിൽ നിന്ന് 3 രൂപങ്ങളാണ് വരുന്നത്. ഒന്ന് കൃഷ്ണനായിട്ട് നിൽക്കുന്നു, ഒന്ന് രാധാറാണിയായിട്ട് നിൽക്കുന്നു, ഒന്ന് ബലരാമസ്വാമിയായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ബലരാമസ്വാമിയുടെ ഭാവം എന്താ? ഭഗവാനോട് ദാസ്യഭാവമാണ്. ഒരേ സമയത്ത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടുള്ളൊരു ഭാവത്തിലും വാത്സല്യഭാവം എല്ലാം ഉണ്ട്. വളരെ നമ്മുടെ ഗുരുതത്വം മൊത്തം ബലരാമസ്വാമിയാണ്. അപ്പോൾ അദ്വൈതാചാര്യൻ ഈ ഭൂമിയിൽ അവതരിച്ചു ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാനായിട്ട്. മഹാവിഷ്ണു സദാശിവൻ. അദ്വൈതാചാര്യൻ വന്ന് കലിയുഗമായപ്പോൾ ഇവിടെ പ്രചരണമൊന്നും നടക്കുന്നില്ല, ഭക്തർക്കൊന്നും നേരെ ചൊവ്വേ കീർത്തനം ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, എല്ലാവരും ലക്ഷ്യത്തെ മറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അദ്വൈതാചാര്യന് വലിയ വിഷമമായി. അങ്ങനെ അതായത് സാക്ഷാൽ മഹാവിഷ്ണു മഹാദേവനും കൂടെ സദാശിവനും കൂടെ. അങ്ങനെ അദ്വൈതാചാര്യൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഗംഗാതീരത്തിരുന്നു കൊണ്ട് ആ സാളഗ്രാമത്തെ പൂജിക്കണം. ഇന്നും ആ സാളഗ്രാമമുണ്ട്. അന്നേരം ആ സാളഗ്രാമത്തിൽ ഇങ്ങനെ അഭിഷേകം ചെയ്യും, ഗംഗാജലം വെച്ചും തുളസീദളം വെച്ചും ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ ഭഗവാനെയും രാധാറാണിയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങ് അവതരിച്ചേ പറ്റൂ, അങ്ങ് അവതരിച്ചേ പറ്റൂ, അങ്ങില്ലാതെ ഒന്നും നടക്കത്തില്ല, അങ്ങില്ലാതെ ഒന്നും നടക്കത്തില്ല, എത്രയും പെട്ടെന്ന് അങ്ങ് വരണം, കലിയുഗത്തിലുള്ളവർക്ക് ഒരു നേരായ മാർഗം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ എത്രയോ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഉപവാസം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലസ്വരൂപമായി സാക്ഷാൽ ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ദർശനം നൽകുകയാണ്. അപ്പോൾ അദ്വൈതാചാര്യ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ശ്രീമതി രാധാറാണി, ശ്രീകൃഷ്ണ ഭഗവാനെ, രാധാറാണി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, അങ്ങ് തന്നെ സ്വയം വന്ന് ഇവർക്ക് ഭക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ അംഗീകരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവായിട്ട് വരാൻ. അതിന് നമുക്ക് ഈ ലഭിച്ച കാരുണ്യം അദ്വൈതാചാര്യരുടെ കാരുണ്യത്താലാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യാനന്ദപ്രഭുവിൻ്റെയും ഗുരുവിൻ്റെയും ഭഗവാന്റെയും, നിത്യാനന്ദപ്രഭു ഗുരുവാണ്. നമ്മുടെ ഗുരു പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവെല്ലാം നിത്യാനന്ദപ്രഭുവിൻ്റെ കാരുണ്യത്താലാണ്. നിത്യാനന്ദപ്രഭുവിൻ്റെ ആ ശക്തിയാണ് ഗുരുവിലൂടെ നമുക്ക് അറിവുകൾ പറഞ്ഞു നൽകുന്നത്.
അല്ല, തീർച്ചയായിട്ടും ഗുരു പരമ്പരയുടേതായിട്ടുള്ള മഹത്വമുണ്ട്. പക്ഷെ അത് നിത്യാംപ്രഭു തന്നെയാണ് ഗുരു പരമ്പരയിലൂടെ നമുക്ക് അറിവുകൾ നൽകുന്നതെന്ന്. അന്നേരം ഗുരു പരമ്പര എന്ന് പറഞ്ഞാൽ നിത്യാംപ്രഭുവിൻ്റെ പ്രതിനിധികളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭഗവാൻ അങ്ങനെ അവതരിക്കാൻ തീരുമാനിക്കുന്നത് അദ്വൈതാചാര്യരുടെ കാരണത്താലാണ്. അന്നേരം ഇന്നത്തെ ദിവസം അദ്വൈതാചാര്യർ ഈ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ്. വളരെ ശുഭ ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം 12 മണി വരെ പറ്റുമെങ്കിൽ ഉപവാസം ഇരിക്കുക, ജലപാനം ഒന്നും കഴിക്കാതെ. 12 മണിയാകുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള നിവേദ്യം ഭഗവാന് വേണ്ടി തയ്യാറാക്കുക. എന്നിട്ട് അത് ഭഗവാൻ നിവേദിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക അദ്വൈതാചാര്യരോട്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ പഞ്ചതത്വ മന്ത്രത്തിൽ, ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത. അതാണ് അദ്വൈതാചാര്യർ. ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. അദ്വൈതാചാര്യരോട് പ്രാർത്ഥിക്കുക. അദ്വൈതാചാര്യരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും അനുഗ്രഹം കിട്ടും. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേറെ ഒന്നും നോക്കണ്ട. ഗോലോകം പിന്നെ അധികം ദൂരെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഉള്ളിലെ കാമക്രോധ മോഹലോഭ മത മത്സരാദികളെല്ലാം മാറാൻ നമ്മൾ അദ്വൈതാചാര്യരോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഏറ്റവും ശുഭ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 12 മണി വരെ ഉപവാസം ഇരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളം പോലും കുടിക്കാതിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ വെള്ളം പോലും കുടിക്കാതിരിക്കുക. അഥവാ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളം കുടിക്കാം എന്നേ ഞാൻ പറയും. പക്ഷേ മാക്സിമം കുടിക്കാതിരിക്കാൻ നോക്കുക. നിർജ്ജല വ്രതം എടുക്കുക. 12 മണിയാകുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സദ്യ എന്തെങ്കിലും അദ്വൈതാചാര്യന് റെഡിയാക്കി കൊടുക്കുക ഭഗവാന്റെ മുമ്പിൽ. എന്നിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ആ ഫോട്ടോ, നിങ്ങൾ ഇന്ന് നിവേദ്യം തയ്യാറാക്കിയ ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അന്നേരം അത് എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. തുളസി ഇലയൊക്കെ വെച്ച്, ഉള്ളി വെള്ളുള്ളി ഇല്ലാതെ. ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് ഭഗവാന് വേണ്ടി നല്ലൊരു സദ്യ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും പല പല വിഭവങ്ങളൊക്കെ തയ്യാറാക്കി, എത്രത്തോളം നിങ്ങളെക്കൊണ്ട് തയ്യാറാക്കാൻ പറ്റുമോ, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പായസമെങ്കിലും അതെങ്കിലും ചെയ്യണം. എന്നിട്ട് അത് ഭഗവാന് നിവേദിക്കുക. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാൻ എൻ്റെ ഉള്ളിലുള്ള കാമക്രോധ മോഹലോക മത മത്സരാദികളെല്ലാം മാറി പരിശുദ്ധ കൃഷ്ണഭക്തി എനിക്ക് ലഭിക്കണമേ. നമ്മൾ പരിശുദ്ധ ഭക്തി ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറും. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധ ഭക്തരല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധ ഭക്തിയിലേക്ക് വരുമ്പോൾ ഗ്രഹദോഷങ്ങളും കർമ്മദോഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തീരുമെന്നുള്ളതാണ്. ഒറ്റ മൂല്യമാണ്, ഒറ്റ സൊല്യൂഷൻ എല്ലാ പ്രശ്നത്തിനും, പരിശുദ്ധ കൃഷ്ണഭക്തി. അന്നേരം ആ പരിശുദ്ധ കൃഷ്ണഭക്തി ലഭിക്കണമെങ്കിൽ പരിശുദ്ധ നാമം, ഭഗവാന്റെ നാമം ജപിക്കണം ശ്രദ്ധയോടുകൂടി. ഹരേ കൃഷ്ണ മഹാമന്ത്രം, പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം ജപിച്ച് പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒരു 16 പ്രാവശ്യമെങ്കിലും 108 ഇതുവരെയും ജപിക്കാത്ത ഭക്തർ ഇന്നു മുതൽ തുടങ്ങുക. ഒരു മാലയെങ്കിലും എന്തിരുന്ന് ജപിക്കുക. അതായത് ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്ന് ഒരു പ്രാവശ്യം പറയുക. എന്നിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഇങ്ങനെ ഒരു 108 പ്രാവശ്യം ജപിക്കുക. അന്നേരം ഒരു മാലയായി. വീണ്ടും രണ്ടാമത്തെ മാല ജപിക്കുമ്പോൾ വീണ്ടും പഞ്ചതത്വമന്ത്രം, ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ വീണ്ടും 108 പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഇന്നൊന്ന് ജപിച്ചു. ഇന്ന് ഏറ്റവും ശുഭ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് ഒരു മാലയെങ്കിലും ജപിച്ച് നോക്കൂ. ഇതുവരെയും ജപിക്കാത്ത ഭക്തർ, നിത്യവും ജപിക്കുന്ന ഭക്തരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു 12 മണിക്ക് മുമ്പേ ഒരു 16 മാലയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. 16 മാല ജപിക്കുന്നവർ ഒരു 32 മാല ജപിക്കുക. 32 മാല ജപിക്കുന്നവർ 64 മാല ജപിക്കുക. ഹരേ കൃഷ്ണ. ഇടയ്ക്ക് നെറ്റ് കെട്ടായി ശ്രമിക്കണം. അന്നേരം 12 മണി വരെ മാക്സിമം ജപിക്കുക. എല്ലാവരും നിർജ്ജല വ്രതം എടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് ജപിക്കുക, ഉറക്കെ ജപിക്കുക, സ്പീഡിൽ ജപിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അങ്ങനെ മാക്സിമം മന്ത്രങ്ങളും ജപിച്ച് 12 മണി കഴിയുമ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് ഭഗവാന്, നിങ്ങൾക്ക് കൂടുതൽ അതിനുള്ള സമയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആശ്രമത്തിനടുത്താണ് താമസിക്കുന്നതെങ്കിൽ ആശ്രമത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ശുഭമാണ്. അതുകൊണ്ട് ഭഗവാനോടും രാധാറാണി ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, നെറ്റ് കട്ട്. അതുകൊണ്ട് ഇന്ന് അദ്വൈതാചാര്യർ അവതരിച്ച ദിവസമാണ്. മാക്സിമം ജപിക്കുക,
ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭക്തിയിൽ പുരോഗമിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാൻ എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരത്ത് മഹാഭാരതം എടുക്കണമെന്നുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്, ക്ഷമിക്കണം. ഞാൻ മിക്കവാറും നമ്മുടെ വൃന്ദാവന ഫെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മഹാഭാരതം ഇനി ചർച്ച ചെയ്യുന്നത്. നോക്കാം, അതിന് മുമ്പേ ഭഗവാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ പരിശുദ്ധ നാമം ജപിക്കാനുള്ള സൗഭാഗ്യം അദ്വൈതാചാര്യരുടെ കാരണത്താൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തൻ പറയുന്നു, സ്വാമിജി ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഒരു ആശംസ തരുമോ സ്വാമിജി? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദമ്പതികൾ, ഹസ്ബൻഡും വൈഫും ദീർഘായുസ്സോടുകൂടി ആയുരാരോഗ്യത്തോടുകൂടി ഭക്തിയിൽ ഒരുപാട് പുരോഗമിക്കട്ടെ. ഭഗവാന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും